കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. വാത്സല്യ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വലിയ ദയയാൽ ഇന്ന് രണ്ടാം ദിവസം ദൈവത്തിൻ്റെ പാദപീഠമായി ഭൂമിയിലെ ആദത്തിലും അപ്പോൾ തന്നെ പുതിയ സൃഷ്ടികളായ വ്യക്തിത്വങ്ങൾക്ക് ക്രിസ്തുവിൽ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മാറിലും ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ തുടക്കത്തിൽ അറേഞ്ച് ചെയ്യുന്ന വ്യക്തികളോട് ഒരു കാര്യങ്ങൾ ഓർപ്പിച്ചോളട്ടെ. ദൈവമക്കളോടൊരു കാര്യം ഓർപ്പിക്കുക. ഇന്ന് കഴിയുന്നത് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇന്ന് അതിനേക്കാൾ ഉപരി നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്ക്രീനിലൂടെ ആയിരിക്കും കാര്യങ്ങൾ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ കഴിയാവുന്നത് മുമ്പിലേക്ക് ഇരുന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പുറയിലേക്ക് ഇരുന്നാൽ നിങ്ങൾക്ക് എന്തോ സംഭവിക്കുന്നതിന് മനസ്സിലാവും, സ്ക്രീനിലുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് കഴിയുന്നതും ചെയറുകൾ ഇച്ചിരിയും കൂടി നിങ്ങൾക്ക് മാക്സിമം മുമ്പിലേക്ക് സ്ഥലമുണ്ട് നീക്കിയിട്ട് ഇരിക്കുന്നുവെങ്കിൽ നല്ലതാണ്. വീണ്ടും ഒരു 1-2 റോയും കൂടി ഫ്രണ്ടിലിടാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കാം. പുറകിലിരുന്നിട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. അപ്പോൾ തന്നെ ക്യാമറക്കാരോടൊന്ന് സൂചിപ്പിച്ചോട്ടെ, എനിക്ക് സ്ക്രീൻ കാണണമെങ്കിൽ ഞാൻ അവിടെ വരണം. ഞാൻ അവിടെ വന്നാൽ സ്ക്രീൻ കാണും. അതുകൊണ്ട് നിങ്ങളുടെ ക്യാമറയും മറ്റുള്ള കാര്യങ്ങളും റീഅറേഞ്ച് ചെയ്യണമെന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ദൈവം തരുന്ന സന്ദേശം വ്യക്തതയോടെ മനസ്സിലാക്കുക. എല്ലാവരോടും ചേർന്ന് പറയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് എ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. നിങ്ങൾ സാധാരണ കേൾക്കുന്ന കാര്യമല്ല. സാധാരണ ഒരു കൺവെൻഷൻ വേദിയിൽ ഒരു പള്ളിയിൽ സഭയിൽ കേൾക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇറ്റ്സ് എ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. ഹല്ലേലൂയ. യേശു കർത്താവ് സംസാരിച്ച സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. അതുകൊണ്ട് വ്യക്തതയോടെ വിശുദ്ധ ബൈബിളിൻ്റെ തെളിവോടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ ആ കാര്യങ്ങൾ ഉറപ്പിക്കുവാനായിട്ട് കഴിയും. ഇപ്പോൾ ഏറ്റവും അടുത്തിരുന്നാൽ മാത്രമേ സ്ക്രീനിലെ ആ ചിന്തകൾ നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇനി ശുശ്രൂഷയുടെ ഇടയിൽ യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യുക. ഓ ഫാദർ, വി താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ലവ് യു ഡാഡ്. സ്ക്രീൻ ഒന്ന് ഓൺ ചെയ്താട്ടെ. പ്രൊജക്ടർ സ്ക്രീൻ ഒന്ന് ഓൺ ചെയ്താട്ടെ. ഓണാണോ? കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അത് കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനാണ്. ലോർഡ്, വി താങ്ക് യു, വി ഗിവ് എ ഗ്ലോറി. ലവ് യു ഡാഡ്, ലവ് യു. താങ്ക് യു ജീസസ്. Glory to God. Hallelujah. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് മാക്സിമം മുമ്പോട്ട് കയറിയിരുന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. Hallelujah. Thank you, Heavenly Father. Lord, I love you. Thank you, Heavenly Father. Thank you, Lord Jesus. Thank you. Love you.
ദൈവമക്കളെ, നമുക്ക് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യവും തേജസ്സുമാണ് സകലത്തെയും മനോഹരമാക്കുന്നത്, സകലത്തെയും അനുഗ്രഹമാക്കുന്നത്. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ജനത്തെ ആദ്യമായിട്ട് ഞാൻ കർത്താവിൽ പ്രശംസിക്കുകയാണ്. കാരണം വരം ലഭിച്ചവർക്ക് മാത്രമേ ഈ വചനം ദൈവത്തിൻ്റെ സിസ്റ്റം കൊടുക്കുന്നുള്ളൂ. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്, നീ എന്തുകൊണ്ടാണ് ഉപമകളായി സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി വളരെ വിചിത്രമാണ്. യേശുക്രിസ്തു പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ വരം ലഭിച്ച കൂട്ടരാണ് ഈ വന്നിരിക്കുന്നത്. അതിനാൽ ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ആ മർമ്മങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇറ്റ്സ് എ സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. ഓക്കെ, നിങ്ങൾ ഒരിക്കലും അതുപോലെ ഒരു ചിന്ത നോർമലി ചർച്ചകളിൽ കേട്ടിട്ടുണ്ടാകത്തില്ല. പക്ഷേ ഇത് മുഴുവൻ യേശുക്രിസ്തു പ്രസംഗിച്ച സന്ദേശമാണ് ഇവിടെ അറിയിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു നിമിഷം നമുക്ക് നമ്മളിലല്ല, നമ്മുടെ തലയായ ക്രിസ്തുവിൻ തലയായ സ്വർഗസ്ഥ പിതാവിൽ ആശ്രയിച്ച് ഈ ശുശ്രൂഷ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കണ്ണിലടയ്ക്കാം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് എൻ്റെ അപ്പ എന്നോട് സംസാരിക്കണമെന്ന് ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ചോദിപ്പിൻ എന്നാൽ നിനക്ക് ലഭിക്കും. അതുകൊണ്ട് ദൈവമേ എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപെടണമേ എന്ന് ഓരോ വ്യക്തികളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. ഫാദർ, വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. ക്രിസ്തയേശുവിലൂടെ ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നഷ്ടപ്പെട്ടു പോയി ഞങ്ങളെ ക്രിസ്തുവിലൂടെ തിരിച്ചെടുക്കുകയും ക്രിസ്തുവിൽ സൂക്ഷിക്കുകയും ക്രിസ്തുവിൽ വളർത്തുകയും ക്രിസ്തുവിനെ തലയോളം വളരുവാൻ മുൻ നിയമിക്കുകയും ക്രിസ്തുവിലൂടെ അങ്ങിലേക്ക് എത്തുവാൻ ഞങ്ങൾക്ക് അങ്ങയുടെ ജ്ഞാനം പകർന്നു തരികയും ചെയ്ത ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ ഞങ്ങളുടെ നാഥ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ തിരിച്ചറിയുവാൻ കഴിയാതെ മരവിപ്പിക്കപ്പെട്ട ഈ ലോകമണ്ഡലത്തിൽ അങ്ങേ തിരിച്ചറിയുവാൻ ക്രിസ്തയേശുവിലൂടെ ഞങ്ങൾക്ക് തരുന്ന ശക്തിക്കായി നന്ദിയോടെ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ബലത്താൽ ഏത് തണുത്തുറഞ്ഞ മണ്ഡലത്തെയും ഐസുരുക്കുന്നത് പോലെ, ഹിമാലയത്തിലെ മഞ്ഞുരുക്കുന്ന സൂര്യന്റെ ചൂട് പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്താൽ പൈശാചിക കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട്, അവന്റെ പ്രവൃത്തികളെ തകർത്തെറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം, പ്രപഞ്ചത്തിന്റെ ഉടയവനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായ ദൈവത്തിന്റെ ആത്മസാന്നിധ്യത്താൽ ഈ അടൂർ പട്ടണത്തിൽ ദൈവരാജ്യം പ്രഖ്യാപിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ ആത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. പിശാചിന്റെ കോട്ടകൾ വഴിമാറട്ടെ. തുറന്ന സ്വർഗം ഇവിടെ പ്രഖ്യാപിക്കുന്നു. ദൈവത്തിന്റെ ആത്മതേജസ് വീണ്ടും ജനിച്ച ദൈവമക്കളുടെ ഉള്ളിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ള എല്ലാവരുടെയും മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ പതപ്പ് കടന്നു വരട്ടെ. ദൈവ തേജസ്സിന്റെ കീഴിലിരുന്നു കൊണ്ട് ദൈവമക്കൾ ഭാവിയിൽ ഭൂമിയെ വാഴേണ്ട ദൈവരാജ്യത്തിന്റെ ദൈവമക്കൾ ഈ സന്ദേശം തിരിച്ചറിയട്ടെ. അവരുടെ അപ്പന്റെ ഹൃദയത്തിൽ തങ്ങളെ കുറിച്ചുള്ള ഭാവി എന്തെന്ന് അവർ തിരിച്ചറിയട്ടെ. ഇത് സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. എല്ലാ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ദേശത്തിന്റെ ആത്മീക മണ്ഡലത്തിലെ ഭരണമണ്ഡലങ്ങളോ യേശുവിന്റെ നാമത്തിൽ വഴിമാറുവാൻ കൽപ്പിക്കുകയാണ്. അത്യുന്നതനായ ദൈവം എഴുന്നള്ളുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. വഴിമാറ്, പൈശാചിക ലോകങ്ങൾ വഴിമാറോ. പ്രപഞ്ചത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. റിബക്കാല പാപാലഗന്ധരീബ കൂലബലബലാർഗുത്തൂരബാലഗന്ധേന മമക്കാരഗന്ധേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വഴിയൊരുക്കുവാൻ കടന്നു വന്ന നായകനായ കർത്താവായ യേശുവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. യേശുവിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട അന്തരീക്ഷ മണ്ഡലം, ശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യൻ, ശുദ്ധീകരിക്കപ്പെട്ട പാഴ്ശൂന്യമായ ഭൂമിയെ മാറ്റിക്കൊണ്ട് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും കടന്നു വന്ന് അങ്ങോട്ടേക്ക് പുതിയ യെരൂശലേമിലേക്ക്
നിലക്ക് ഇറങ്ങി വരുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവിനായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അന്നാളിൽ യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അതിവിടെ നിവർത്തിക്കപ്പെടുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അന്നാളിൽ യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്ന് അവന്റെ നാമം അവൻ ഏകവുമായിരിക്കും. ഈ ദൈവത്തിന്റെ വചന നിവൃത്തി ഇവിടെ സംഭവിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് എല്ലാ മക്കളെ ഏൽപ്പിക്കുന്നവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ദൈവവചനത്തിനായി ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ദൈവദാസന്മാർ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു, അവർ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരട്ടെ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരട്ടെ. ഹല്ലേലൂയ. കാഴ്ച പ്രാപിക്കട്ടെ, എല്ലാ കുരുടത്വങ്ങളും മാറി കാഴ്ച പ്രാപിക്കട്ടെ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി ജനത്തെ പരിശുദ്ധാത്മാവിനാൽ ആത്മാവിനെ ഒരുക്കിയെടുത്ത് ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിന്റെ തലയോളം വളർത്തുവാനുള്ള ആ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടുവാൻ ഇടയാകട്ടെ. അതിനായി ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. പിതാവേ, ക്രിസ്തുവിൽ ഞാൻ അങ്ങയുടെ അവയവം മാത്രമല്ല ഉപയോഗിച്ചാണ് അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയെ ഈ സാഹചര്യം ഒരുക്കിയ എല്ലാ മക്കൾക്കായി സ്തോത്രം. അവരെ അവർക്കുള്ളതിനെ എല്ലാം അങ്ങ് കാത്തു പരിപാലിക്കാൻ നന്ദി. അത്ഭുതകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സർവ്വമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. അതോടൊപ്പം തന്നെ കർത്താവേ, കഷ്ടതയിലും ദുഃഖത്തിലും വളരെ ഞെരുങ്ങിയൊക്കെ കടന്നു വന്നിരിക്കുന്നവരുടെ മേൽ അങ്ങയുടെ ആശ്വാസത്തിന്റെ കരം കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ കരം സങ്കടത്തിലായിരിക്കും, ദുഃഖത്തിലായിരിക്കും, നെടുവീർപ്പിലായിരിക്കുന്നവരുടെ മേല്, ഇപ്പോൾ തന്നെ രോഗികളായിരിക്കുന്നവരുടെ മേല് ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ഏറ്റെടുത്താട്ടെ. ആത്മാവിന്റെ കരം കടന്നു വരികയാണ്. ആത്മാവിന്റെ കരം കടന്നു വരികയാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളു. അവൻ നിനക്കായി കരുതുന്നതായി അവന്റെ മേൽ വെച്ചുകൊള്ളു. യേശുവിന്റെ അടിപ്പിണരെ ഞങ്ങൾക്ക് സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുന്നു. ഇവിടെ ഹൃദയങ്ങളെ ഭാരപ്പെടുന്ന ഭാരങ്ങൾ വിട്ടുമാറട്ടെ. ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചവരതയിലുള്ള എല്ലാ മക്കളുടെ മേലും ഇത് സംഭവിക്കട്ടെ. ഈ ആത്മസാന്നിധ്യം അവരും തിരിച്ചറിയട്ടെ, അവർ അനുഭവിക്കട്ടെ, അതിൽ ജീവിക്കട്ടെ. ആത്മനദിയിൽ നീന്തി കുടിക്കാൻ, അതിൽ നീന്തി കുളിക്കാൻ എല്ലാ കൃപകളാലും ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. സർവ്വമഹത്വം പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തീർന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വത്സല്യ ജനങ്ങളെ, അടൂർ പട്ടണത്തിലെ ജനങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലെ സ്വാഗതം അറിയിക്കുകയാണ്. ഇവിടെ ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ച സന്ദേശം, അത് ഇവിടെ മാത്രമല്ല എവിടെയും ദൈവം എന്നെ ഏൽപ്പിച്ച സന്ദേശം, ക്രിസ്തു എന്താണോ പ്രസംഗിച്ചത് അത് തുടർന്ന് പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ അടിക്കാനുള്ള വടി ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടേ പ്രസംഗം തുടങ്ങുള്ളൂ. എന്താണ് ആ വടി? ഈ ബൈബിളിൽ ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറയുന്നുവെങ്കിൽ നിങ്ങൾക്കതെന്നെ ചൂണ്ടിക്കാണിക്കാം. സഹോദര, മകനെ, അതങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് നിങ്ങളുടെ പാരമ്പര്യപ്രകാരമല്ല, പകരം വിശുദ്ധ ബൈബിളിലെ വചനപ്രകാരം എന്നെ ചൂണ്ടിക്കാണിക്കാം. അതെങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യപ്പെടാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന കാര്യം സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്ററാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു തോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല. എന്നാൽ ദൈവം മക്കൾ ഇത് ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടവർ നിങ്ങളാണ്. നിങ്ങൾക്കിത് അറിയാൻ പാടില്ല എങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, പരിജ്ഞാനമില്ലാത്തതിനാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ആർക്ക് പരിജ്ഞാനമില്ലാത്തതിനാൽ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, പുരോഹിതന് പരിജ്ഞാനമില്ലാത്തതിനാൽ എൻ്റെ ജനം, ദൈവജനം നശിച്ചു പോവുകയാണ്. അപ്പോൾ പുരോഹിതനാണ്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പക്ഷെ പരിജ്ഞാനമില്ല. അപ്പൊ ഈ പരിജ്ഞാനം, ജ്ഞാനം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അറിവാണ് പരിജ്ഞാനം. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണെന്ന് മനസ്സിലാക്കണം. കുറച്ച് ദിവസം ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവിച്ച് എന്തുകൊണ്ട് മരിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കണം. ഇനി മരിച്ചാൽ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. റിപ്പോർട്ട് ചെയ്തതിന് ശേഷം തുടർന്നുള്ള ജീവിതം എങ്ങനെയെന്ന് നാം മനസ്സിലാക്കണം. അല്ലാതെ ഈ ലോകത്തെ ആളുകളെ കാണുന്നത് പോലെ, അവർ ജീവിക്കുന്നത് പോലെ നമ്മളും ജീവിക്കാൻ നോക്കരുത്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, യു ആർ എ പെക്യൂലിയർ ഗ്രൂപ്പ്, ഒരു പ്രത്യേക ജനമാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യു ആർ എ ഹോളി നേഷൻ, പരിശുദ്ധ രാഷ്ട്രമാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായി മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഇന്നലെ സംസാരിച്ച കീ വാക്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമാണ് അറിയിക്കുന്നത്. ആ സുവിശേഷമാണ് ഈ പ്ലാനറ്റിൽ ഏറ്റവും ഭയപ്പെടുന്ന സബ്ജക്റ്റ്. ഈ പ്ലാനറ്റിൻ്റെ
ഇലീഗൽ റൂളറായ പിശാചും അവന്റെ കീഴിൽ മരണത്താൽ പിടിക്കപ്പെട്ട ജനവും ഒരുമിച്ച് ഇതിനെ എതിർക്കും. കാരണം ജനം അറിവില്ലായ്മ കൊണ്ട് എതിർക്കുന്നതാ, പിശാച് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് എതിർക്കുന്നതാ. കാരണം യേശുക്രിസ്തുവിന്റെ പ്രസംഗം മുഴുവൻ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുന്നു എന്നുള്ളതായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക, ഉടമസ്ഥൻ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുന്നു. അതിന് ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, രാജത്വത്തിന്റെ സുവിശേഷം. മത്തായി 24:14 ആണ് അതിന്റെ കീവേഡ്. ഇന്നലെ 3 വാക്യം വായിച്ചിട്ടാണ് നമ്മൾ ആരംഭിച്ചത്. ഇന്ന് മത്തായി 24:14 ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ചില വാക്യങ്ങൾ വായിച്ച് തുടർമാനമായിട്ട് അങ്ങ് മുന്നോട്ടേക്ക് പോവുകയാണ്. ദൈവമക്കൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. വായിച്ചോളൂ. രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ശ്രദ്ധിച്ചു കേൾക്കുക, രാജത്വത്തിന്റെ സുവിശേഷം. ഇതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. യേശു പ്രസംഗിച്ച സുവിശേഷം നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം അല്ല. നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം ദാവീദിന്റെ പുത്രനായി മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ നമ്മൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ യേശു ഇവിടെ അവതരിപ്പിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് രാജത്വത്തിന്റെ സുവിശേഷമാണ്. ആ സമയത്ത് യേശു മരിച്ചിട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റിട്ടും ഇല്ല. ശ്രദ്ധിച്ച് കേൾക്കണം, ദേവദാസന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സമയത്ത് യേശു മരിച്ചിട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല, നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്ന സുവിശേഷം ഉണ്ടായിട്ടുമില്ല. ആ സമയത്ത് യേശു സുവിശേഷം പ്രസംഗിച്ചു. ശ്രദ്ധിച്ച് കേൾക്കുക, ആ സുവിശേഷം ഇന്ന് പിശാച് മുക്കി. നമ്മൾ അറിഞ്ഞില്ല. അറിയണം, ദൈവമക്കൾ അറിയണം. ദൈവമക്കളെ ഇനിയും ചതിക്കാൻ ഇടയാക്കരുത്. മർക്കോസ് 1:15 യേശുവിന്റെ ആദ്യ സുവിശേഷ പ്രസംഗമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. മർക്കോസ് 1:15 വായിച്ച്. കാലം തികഞ്ഞു, ദേവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. യേശുവിന്റെ ആദ്യ പ്രസംഗമാണ്. മത്തായി 4:17 പറയുന്നു, അന്നു മുതൽ യേശു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക എന്ന് പ്രസംഗിച്ചു തുടങ്ങി. എന്നിട്ട് പറയാണ് സുവിശേഷത്തിൽ വിശ്വസിപ്പിന്. അത് ഏത് സുവിശേഷമാ? ദൈവമക്കളോട് ചോദിക്കുക, ഏത് സുവിശേഷമാ? യേശു മരിച്ചിട്ടുമില്ല, ഇനി യേശു മരിക്കണമെങ്കിൽ 3.5 വർഷം കഴിയണം ഉയർത്തെഴുന്നേക്കണമെങ്കിൽ. അതിനു മുമ്പ് യേശു സുവിശേഷം പ്രസംഗിച്ചു. ശ്രദ്ധിച്ച് കേൾക്കുക, ഇതാണ് സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ എന്ന് പറയുന്നത്. യേശു ക്രിസ്തു മരിച്ചത് ഉയർത്തെഴുന്നേറ്റൊക്കെ നമുക്ക് സുവിശേഷം തന്നെ, യാതൊരു സംശയമില്ല. ആ യേശുവിന്റെ മരണവും പുനരുദ്ധാനം ഇല്ലാതെ നമ്മൾ ആരും രക്ഷിക്കപ്പെടത്തില്ല. പക്ഷെ യേശു പ്രസംഗിച്ച സുവിശേഷം അതല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മളെ കഴിഞ്ഞ നാളിൽ പറ്റിച്ചു. ഇത് വ്യക്തതയോടെ പിശാച് പറ്റിച്ച് ഇനിയും അവന്റെ തന്ത്രങ്ങളിൽ വീടരുത്, തോക്കരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരാകരുത്. അപ്പോ യേശുക്രിസ്തു 3.5 വർഷം പ്രസംഗിച്ച സന്ദേശം കൂടാതെ നമ്മൾ സുവിശേഷം അറിയിച്ചു ഈ കാലം അത്രയും. അങ്ങനെയെങ്കിൽ ഇനി അത് പോരാ, അത് പിശാചിന്റെ തന്ത്രമാണ്. ആദ്യകാലങ്ങളിൽ ദൈവദാസന്മാർ അറിയിച്ചതുപോലെ യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തെയും യേശുവിനെയും അറിയിക്കണം. വ്യക്തതയോടെ കേൾക്കുക, മനസ്സിലാക്കുക. അതാണ് പറഞ്ഞത്, ഇന്ന് മനസ്സിലാക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞത്. ഇന്നലെ ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, ഇന്ന് മനസ്സിലാക്കേണ്ട ദിവസമാണ്. ഇതാ അപ്പോസ്തലനായ പൗലോസ് ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിച്ചു. എങ്ങനെയാണ് പ്രസംഗിച്ചത്? വ്യക്തതയോടെ മനസ്സിലാക്കുക, എങ്ങനെയാണ് പ്രസംഗിച്ചത്. അപ്പോസ്തലപ്രവൃത്തി ആരംഭിക്കുന്നതും ദൈവരാജ്യം പറഞ്ഞുകൊണ്ടാണ്, അവസാനിക്കുന്നതും ദൈവരാജ്യം പറഞ്ഞുകൊണ്ടാണ്. അവസാനിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം അവസാനം 30, 32 വാക്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. താൻ കൂലിക്കെടുത്ത വീട്ടിൽ ദൈവരാജ്യത്തെയും, അതാണ് യേശു പ്രസംഗിച്ചത്, യേശു ക്രിസ്തുവിനെയും കുറിച്ച് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. വായിച്ചേ, ആദ്യകാല സുവിശേഷീകരണം വായിക്കുക. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. അപ്പൊ ആദ്യം പ്രസംഗിച്ചേ, യേശു ശിഷ്യന്മാരോട് എന്ത് കൽപ്പിച്ചു? അത് പ്രസംഗിച്ചു. ദൈവരാജ്യം പ്രസംഗിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. രണ്ടാമത്തെ സെക്ഷൻ, യേശു കർത്താവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. നമ്മൾ അതിന് പകുതി മാത്രം എടുക്കരുത്, മുഴുവനും എടുക്കണം. യേശു പ്രസംഗിച്ച സന്ദേശം, അതാണ് 3.5 വർഷം പ്രസംഗിച്ചത്, യേശുവിന്റെ സുവിശേഷം, അതും എടുക്കണം. അതിലേക്ക് എത്തുവാനുള്ള ഏക വഴിയായ കാൽവരി ക്രൂശിലൂടെയുള്ള ആ രക്ഷയെയും നാം രണ്ടും പറയണം. ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി ഫിലിപ്പോസ് എങ്ങനെയാണ് സുവിശേഷം? 1-2 വാക്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അടുത്തേക്ക് കിടക്കുകയാണ്. ഫിലിപ്പോസ് എങ്ങനെയാണ് സുവിശേഷം അറിയിച്ചത്? ഫിലിപ്പോസ് ശമര്യയിൽ ചെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചത്?
യേശു കൽപ്പിച്ച ദൈവരാജ്യ സുവിശേഷം അറിയിച്ചിട്ടാണ് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഇന്ന് യേശുക്രിസ്തുവിലെ വിശ്വാസം മാത്രമായി മാറി. അങ്ങനെ ആകരുത്. നമ്മൾ യേശുക്രിസ്തുവിലെ വിശ്വാസം എന്തിനാണ്? യേശു പ്രസംഗിച്ച സുവിശേഷം നാം എത്തിച്ചേരാനാണ്. വായിച്ചാട്ടെ, അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം. വചനം കൂടാതെ ഒന്നും വിശ്വസിക്കരുത്, എന്നെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ വിശ്വസിച്ചോളണം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിച്ച്. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ക്രിസ്തുവിനെയാണ് പ്രസംഗിച്ചത്, ഇല്ലേ? എങ്ങനെയാ ക്രിസ്തുവിനെ പ്രസംഗിച്ചത്? അതിന്റെ 12-ാം വാക്യം വായിച്ചേ. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ. ശ്രദ്ധിച്ചേ, ദൈവരാജ്യം ഒഴിവാക്കിയിട്ടല്ല, ദൈവരാജ്യത്തെയും യേശു പ്രസംഗിച്ച സുവിശേഷത്തെയും യേശു കാൽവരിയിൽ മരിച്ച ആ സുവിശേഷത്തെയും രണ്ടും കൂടിയാ പ്രസംഗിച്ചത്. അപ്പൊ നമ്മളിതിനെ ഒന്നും ഒഴിവാക്കരുത്. ഇനി അപ്പോസ്തലപ്രവൃത്തി 20:21 വരുമ്പോ പൗലോസിന്റെ ഇതാ യഹൂദന്മാരുടെ ഇടയിലും യവനന്മാരുടെ ഇടയിലും എങ്ങനെയായിരുന്നു ആ സുവിശേഷീകരണം? വ്യക്തതയോടെ നോക്കുക. ആദ്യം ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, രണ്ടാമത് യേശുള്ള വിശ്വാസം. നമ്മളതിനെ മുറിച്ച് യേശുള്ള വിശ്വാസം മാത്രമാക്കരുത്. പിശാച് നമ്മളെ ജയിക്കാനായിട്ട് ഇടയാകും. വൈകിയ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, ഇതാണ് ദൈവരാജ്യ സുവിശേഷം. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക. എങ്ങോട്ട്? ദൈവത്തിങ്കിലേക്ക്. ഹല്ലേലൂയ. ഇനി ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്ടാലും പോകാൻ വഴിയില്ല. പാപനിമിത്തം അടഞ്ഞു കിടക്കുക. അതിന് ദൈവം ഒരുക്കിയ ദൈവത്തിന്റെ രക്ഷയാണ്, വഴിയാണ്, തന്റെ പുത്രനിലൂടെയുള്ള രക്ഷ. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ദൈവ രാജ്യത്തെയും ശ്രദ്ധിക്കുക, ഈ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരത്തെയും തടയ്ക്ക്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു. ശ്രദ്ധിച്ചേ, രണ്ട് കാര്യങ്ങൾ. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, അതാണ് ദൈവരാജ്യം സുവിശേഷം. തുടർന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഒന്ന് മാത്രം പോരാ. ഒരു നാണയത്തിന്, ഒരു കറൻസിക്ക് രണ്ട് സൈഡും പ്രിന്റ് ചെയ്താലേ അതിന് വാല്യൂ ഉള്ളൂ. ഇതുകൊണ്ടാണ് മത്തായി 7:21, 22, 23 ആ ന്യായവിധിയിൽ യേശു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മത്തായി 7:21, 22, 23 ന്യായവിധി. ആ ന്യായവിധിയിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവര്, സുവിശേഷം അറിയിച്ചവര്, രോഗസൗഖ്യം കൊടുത്തവര്, പ്രവചന ദൂത് കൊടുത്തവര്, ഇവരെല്ലാം ഈ കാര്യങ്ങൾ വ്യക്തതയോടെ കർത്താവെ അറിയിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യം, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കടന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോ ഇത്രയും നാളും നടന്നു, പക്ഷെ എന്ത് ചെയ്തില്ല? പിതാവിന്റെ ഇഷ്ടം ചെയ്തില്ല. അത് വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കണം. അവിടെ ചെന്നിട്ട് തിരിച്ചു വരാൻ നിവൃത്തിയില്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, യേശു 3.5 വർഷം പ്രസംഗിച്ചതാണ് ഈ പിതാവിന്റെ ഇഷ്ടം. ഈ പിതാവിന്റെ ഇഷ്ടമില്ലാതെ ജനം അവിടെ ചെന്നാലുള്ള അവസ്ഥയാണ് കേൾക്കുന്നത്. സുവിശേഷം അറിയിച്ചു, ഇതെല്ലാം കഴിഞ്ഞു, ഇപ്പൊ കയറുമെന്ന അവസ്ഥയിലാണ് ചെന്നത്. പക്ഷെ യേശു ഈ രണ്ട് കൂട്ടരോടും, അതായത് ദൈവദാസന്മാരോടും യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരോടും സുവിശേഷം അറിയിച്ചവരോടും ചേർത്ത് പറയുകയാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ നീ സഭയിലെ കയറുള്ളൂ. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഈ സഭയിൽ നിന്നാണ് നാം ദൈവരാജ്യം അവകാശമാക്കേണ്ടത്. സഭ എന്ന് പറയുന്ന ഇടത്താവളം പോലെയാ. ഇടത്താവളം അറിയാമോ നിങ്ങൾക്ക്? ശബരിമലയ്ക്ക് പോകുമ്പോൾ പല ഇടത്താവളങ്ങളും കേട്ടിട്ടില്ലേ? ഇല്ലേ? ഇടത്താവളങ്ങൾ. ഇതേപോലെ നമ്മളൊരു പാട്ട് പാടിയില്ലേ? നമ്മൾ എങ്ങോട്ടൊക്കെ പോണേ? അവസാനം ഒരു പാട്ട് പാടിയല്ലോ, എങ്ങോട്ടൊക്കെ പോണേ? ഇത് അവിടെ കണ്ട ചിത്രത്തിൽ കാണാം, ഒരു ചതുരപ്പെട്ടി, സിയോൻ, പുതിയ ജെറുസലേം. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരിയില്ലേ? പാടിയില്ലേ? അപ്പൊ ഞാൻ എങ്ങോട്ടുള്ള സഞ്ചാരിയാ? സിയോനിലേക്കുള്ള സഞ്ചാരിയാണ് ഞാൻ. അതിന്റെ ഇടയിലുള്ള ഇടത്താവളം മാത്രമാണ് സഭ. നാം സഭയല്ല അവകാശമാക്കാൻ പോകുന്നത്. രക്ഷിക്കപ്പെട്ടവരെ സഭയിൽ ചേർത്തു. ഈ സഭയിലിട്ടൊരു ശുദ്ധീകരണമുണ്ട്, ശുദ്ധീകരണം. ആ ശുദ്ധീകരണം കഴിഞ്ഞിട്ട് അവിടെ ജയിക്കുന്നവനാണ്. പിശാചിനെ ജയിച്ചാലേ ശുദ്ധീകരണം നടക്കൂ. ശുദ്ധീകരണം നടക്കുന്നവരെയാണ് ഇനി ഈ പുതിയ ജെറുസലേമിലേക്ക് കയറ്റുള്ളൂ. ഇതുകൊണ്ടാണ് വെളിപ്പാട് 21 അവസാനം പറയുന്നത്, ഒരശുദ്ധനും ഇതിന്റെ ഉള്ളിൽ കയറത്തില്ല. ഒരശുദ്ധനും ഇതിന്റെ ഉള്ളിൽ കയറത്തില്ല. ദൈവത്തിന്റെ വചനമാണ്, യേശു കർത്താവിന്റെ വാക്കുകള് ഇന്നലെ ഇന്നും നാളെയും ഒന്നാ, മാറത്തില്ല. നമ്മൾ വേണമെങ്കിൽ മാറിക്കൊള്ളണം. നമ്മൾ ലൈറ്റ് ആയിട്ട് എടുക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പുതിയ ജെറുസലേമിൽ വെളിപ്പാട് 21 അവസാനം പറയുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം ഒന്ന് എടുത്തേ. അവസാന വാക്യം, വെളിപ്പാട് 21 അവസാനം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. കേട്ടോ? മ്ലേച്ഛതയും ഭോഷ്കും പറയുന്നതിന് അശുദ്ധമായവൻ ഒരെണ്ണം പോലും ആ പുതിയ ജെറുസലേമിൽ കയറത്തില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ?
ഇതാ യേശു കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല. സഭയിൽ കയറാം, സ്വർഗ്ഗരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല. സ്വർഗ്ഗരാജ്യത്തിൽ കയറണമെങ്കിൽ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. ഞാൻ സ്നേഹിക്കുന്ന വീണ്ടും ജനിച്ച എന്റെ സഹോദരങ്ങളായ ദേവദാസന്മാരെ, ദൈവമക്കളെ, എത്ര പേർക്കറിയാം പിതാവിന്റെ ഇഷ്ടം എന്നാണ്? വിസയില്ലാതെ സിയോനിക്ക് ഇറങ്ങാൻ യാത്ര ചെയ്യുന്നവരാണോ നമ്മൾ? ഇത്ര ബുദ്ധിഹീനരാണോ നമ്മൾ? ഈ ലോകത്തിൽ എന്തെങ്കിലും പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് കല കാര്യമുണ്ടോ? എന്നെ ദൈവം അയച്ചത് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാ. അല്ലാണ്ട് നിങ്ങളെ കുറച്ച് നാൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിപ്പിച്ച് നിനക്ക് ഇപ്പൊ കിട്ടും ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ഉള്ള കാര്യം പറഞ്ഞ് നിങ്ങളെ വീട്ടിലെത്തിക്കണം. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഹൃദയം കൊണ്ട് നിങ്ങളോട് ഒരുമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവുണ്ട്. ഈ ഭൂമിയുടെ ഭരണം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. യേശു പറഞ്ഞു ഓർക്കുന്നുണ്ട് ഇതൊക്കെ. തന്നെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ വർഗമാണ് നാം ഓരോരുത്തരും. ദൈവത്തിന്റെ രാഷ്ട്രമാണ്. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ചെറിയ ആട്ടുകൂട്ടമേ, ഒരു വലിയ ഗ്രൂപ്പൊന്നും ഇവിടെ ഇല്ല അല്ലേ, കുറച്ച് ഗ്രൂപ്പല്ലേ ഉള്ളൂ. ചെറിയ ആട്ടുകൂട്ടമേ, ഭയപ്പെടേണ്ട. നിങ്ങളുടെ പിതാവ്, യേശു ആരെ അറിയിച്ചു തരികയാ? പിതാവിനെ അറിയിച്ചു തരിക. നിങ്ങളുടെ പിതാവ് കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചു. ഭരണം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവാ. അടുത്ത ഭൂമിയുടെ രാജാക്കന്മാര് നിങ്ങളാ. അതുകൊണ്ട് പറയുന്നത് സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്റർ. ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക. അടുത്ത ഭൂമിയുടെ രാജാക്കന്മാരാ നിങ്ങൾ. പക്ഷെ ആദ്യം അതിനു മുമ്പ് നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ തിന്മ നിറഞ്ഞ പ്രവൃത്തികളെയും എല്ലാ ടെററിസ്റ്റ് ചിന്തകളെയും പിടിച്ചു കെട്ടണം. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി പൊങ്ങുന്ന എല്ലാ ചിന്തകളെയും ആദ്യം പിടിച്ചു കെട്ടണം. രാജാക്കന്മാരുടെ ട്രെയിനിങ് ആദ്യം നമ്മുടെ ഉള്ളിൽ തന്നെയാ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ലോകത്തുള്ള തിന്മ നിറഞ്ഞ വ്യക്തികളെ യേശു ക്രിസ്തുവിന്റെ ഈ ദിവ്യ സുവിശേഷം പറഞ്ഞ് അവരെ നന്മയുള്ളവരാക്കി മാറ്റി അവരുടെ ഉള്ളിലെ ടെററിസ്റ്റുകളെ പുറത്താക്കണം. ഹല്ലേലൂയ. ഇതൊക്കെ രാജാക്കന്മാരുടെ ഡ്യൂട്ടിയാ, ഇന്നേ ചെയ്യേണ്ട ഡ്യൂട്ടിയാ. ഹല്ലേലൂയ. അതിനുശേഷം നമ്മുടെ കർത്താവ് യേശു ഭൂമിയിലേക്ക് വരും. എന്തിനാണെന്നറിയാമോ? യെരൂശലേം തലസ്ഥാനമാക്കി ദൈവരാജ്യത്തിന്റെ ഗവൺമെന്റ് 1000 വർഷം ഫർണിഷ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും? ആ സമയത്ത് ഭൂമിയിലുള്ള എല്ലാ ടെററിസ്റ്റുകളെയും ദുഷ്ടന്മാരെയും ഇരുമ്പുകൾ കൊണ്ട് റിമൂവ് ചെയ്യും. എന്തിനാണെന്നറിയാമോ? നമ്മുടെ അപ്പൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഉടമസ്ഥൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഉടമസ്ഥൻ വരാൻ വേണ്ടി ഒരുക്കുകയാ. ഈ ഭൂമിയുടെ ഭരണം അന്ന് സ്വർഗസ്ഥ പിതാവിന്റെ കയ്യിലേക്ക് പുത്രൻ കൈമാറും. ഹല്ലേലൂയ. ഇതാണ് സക്രിയ 14:9 പറയുന്നത്. അന്ന് യഹോവ അന്ന് യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്ന് യഹോവയുടെ നാമം ഏകവും യഹോവ ഏകനുമായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല ഇത്. വായിച്ചേ 14:9. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. ആകും പ്രവചനമാണ്. ആകും. താഴേക്ക്. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായി. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. ധാരാളം പ്രസംഗിക്കേണ്ട കാര്യം അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതെന്നാണ്? ഒടുക്കം, അവസാനം. ഇതാണ് 1 കൊരിന്ത്യർ 15:24 പറയുന്നത്. 15:24 പറയാണ് ഒടുക്കത്തെ ശത്രുവായ മരണത്തെ നീക്കും. നമ്മളെ ഇന്ന് കൊന്നുകൊണ്ടിരിക്കണം, നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുന്ന മരണം എന്ന ശത്രുവിനെ നീക്കിയിട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയുടെ അധികാരം പിടിച്ചെടുത്തിട്ട് തന്റെ അപ്പന്റെ കൈ കൊണ്ട് കൊടുക്കും. അതാണ് ഒടുക്കം. ഹല്ലേലൂയ. അന്നാളിൽ യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. 15:24 വായിച്ചു. 1 കൊരിന്ത്യർ 15:24. പിന്നെ അവസാനം നടക്കുന്നത് എന്താണ്? താഴേക്ക്. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട്. ആരാ നീക്കം വരുന്നത് അറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ തലയായ യേശു ക്രിസ്തു. എല്ലാ വാഴ്ചകൾക്കും എല്ലാ അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും, അതായത് പിശാചിന്റെ സകല കിങ്ഡങ്ങൾക്കും എല്ലാത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം, കിങ്ഡം, അതായത് നമ്മളെ ഇന്ന് മനുഷ്യ കിങ്ഡമായ നമ്മളെ ദൈവ കിങ്ഡമാക്കിയിട്ട് നമ്മളെ ആരുടെ കയ്യിലേൽപ്പിക്കും? പിതാവിന്റെ കയ്യിലേൽപ്പിക്കും. അന്നാളിൽ യഹോവ സർവ്വഭൂമിക്കും രാജാവാ. ഇതാണ് വെളിപ്പാട് 21:3 പറയുന്നത്. 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഇതാ ഈ പഴയ ആകാശവും പഴയ ഭൂമിയും പോവും. ഇത് പിശാച് വാണ് മുടിച്ചതാ. അത് മാറിയിട്ട് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. എല്ലാം നിർമ്മലീകരിക്കും. അതിനു മുമ്പ് യേശു ക്രിസ്തു ഭൂമിയിലെ എല്ലാ ദുഷ്ടന്മാരെയും 1000 വർഷ ഭരണത്തിലൂടെ ഇവിടെ നീക്കം ചെയ്യും. അതിനു മുമ്പ് ഇന്നത്തെ സ്റ്റേജിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെ നമ്മളെ ശുദ്ധീകരിക്കും.
അടുത്ത സ്റ്റേജിൽ ദൈവരാജ്യം 3 പറമാവാം, 3 സ്റ്റേജാണത്. അടുത്ത സ്റ്റേജിൽ യേശുക്രിസ്തു 1000 വർഷം യെരൂശലേം തലസ്ഥാനമാക്കി ദൈവത്തിന്റെ ഗവൺമെന്റ് അലങ്കരിക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ ദുഷ്ടന്മാരെയും നീക്കി ഈ ഭൂമിയെ, അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാം. അത് കഴിഞ്ഞപ്പോൾ ഇതാ പിശാചു ഭരിച്ചു മുടിച്ച ഈ അന്തരീക്ഷത്തെ, ഈ ആകാശ അന്തരീക്ഷത്തെയും ഈ ഭൂമിയെയും മാറ്റിയിട്ട് നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയും വരും. എന്തിനാണെന്ന് അറിയാമോ? ദൈവത്തിന് വഴിയൊരുക്കുകയാ. യഹോവയ്ക്ക് വഴിയൊരുപ്പീൻ എന്ന് യെശയ്യാ 40 തുടങ്ങിയ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ആ അനൗൺസ്മെന്റ് സ്നാപയോന്റെ നാൾ മുതൽ അപ്പന് വഴിയൊരുക്കുന്ന മക്കളെയാണ് കാണുന്നത്. അതിനെ ലീഡ് ചെയ്യുന്നത് കർത്താവായ യേശുവാ. അതിനുശേഷം എല്ലാം ശുദ്ധീകരിച്ച ശേഷം ഇതാ കിങ്ഡം അപ്പന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. ഇതാണ് 1 കൊരിന്ത്യർ 15:24. ഹല്ലേലൂയ. ഇതാണ് മക്കളെ, നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ട് നമ്മൾ നല്ലൊരു പങ്കും പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥനയുണ്ട്. എന്നാന്നറിയോ? പിശാച് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കത്തില്ല. അത് കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥന. ഒരിക്കലും കുമ്പനാട് കൺവെൻഷൻ ഞാൻ ഇങ്ങനെ കേട്ടു, ഇതാ ഒരു ദൈവദാസൻ ഇതാണ് ഏറ്റവും ശ്രേഷ്ഠനായ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ എല്ലാം കൂടി ആളുകൾ ക്രൂശിച്ചു. ഹല്ലേലൂയ. ആ പ്രാർത്ഥന എന്നാന്നറിയാമോ? ഇതിന്റെ ഉത്തരവാ എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. എവിടെ? ഭൂമിയിൽ. അപ്പൊ ഭൂമിയിൽ ആരുടെ രാജ്യം ഇല്ല? ദൈവരാജ്യം ഇല്ല. അങ്ങയുടെ രാജ്യം വരണമേ. അതിന്റെ ഉത്തരമാ സക്രിയ 14:9. അന്നാളിൽ യഹോവ സർവ്വഭൂമിക്കും രാജാവായിരിക്കും. നിനക്ക് സന്തോഷമുണ്ടോ എന്റെ പ്രിയ കുഞ്ഞേ? ഹല്ലേലൂയ. എന്നാൽ പിശാചിന മരവിപ്പിക്കപ്പെട്ട ഈ ലോകമണ്ഡലവും അതിൽ മരവിച്ച് കിടക്കുന്നവരാകാതെ ഈ നാളുകളിൽ നിന്റെ അകത്ത് പുതിയ സൃഷ്ടിയിൽ ദൈവം തന്ന ആ ആത്മാവിന്റെ നദിയുണ്ടല്ലോ, വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന നദി, അതൊന്ന് ചലിക്കട്ടെ. ഈ നാളുകളിൽ പിശാച് മരവിപ്പിച്ചിട്ട മണ്ഡലങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ഇതാ നീ വാതുറക്കുമ്പോ നിന്റെ ഉള്ളിൽ നിന്ന് ഈ ഭൂമിയുടെ പൊളിറ്റിക്സ് അല്ല വരേണ്ടത്, സ്പിരിച്വൽ പൊളിറ്റിക്സ്. അത് പുറത്തേക്ക് ഒഴുകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നദി എന്നിലും നിങ്ങളിലൂടെ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് ഇടയാകണം. ആ നദി കടന്നു ചെല്ലുന്ന സകല മേഖലകളിലും പിശാചിന്റെ പ്രവൃത്തികൾ അഴിഞ്ഞു മാറാനിടയാകും. ദൈവത്തിന്റെ രാജ്യം കടന്നു വരാനിടയാകും. ദൈവമക്കൾ ജീവനിൽ നിന്ന് ജീവനിലേക്ക് കടന്നു വരാനിടയാകും. അവർ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നവരായിട്ടല്ല, അവർ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവരാണ്. അവർ ദൈവത്തെ സന്തോഷിപ്പിക്കുകയോ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് അതിലൂടെ സന്തോഷമുണ്ടാവുകയും ചെയ്യും. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ തിരിച്ചറിയുക. യേശുക്രിസ്തു പഠിപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്താ കാര്യം? ദൈവത്തിന് അതാണ് വേണ്ടത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണം. എവിടെ? ഭൂമിയിൽ. കേട്ടോ? ബാക്കിയുള്ളതല്ല അതിന്റെ റിക്വയർമെന്റ്, അതൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാക്കാം, സമയമില്ലല്ലോ. അപ്പോ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാണ് സക്രിയ 14:9. അന്നാളിൽ യഹോവ സർവ്വഭൂമിക്കും രാജാവായിരിക്കും. യഹോവയുടെ നാമം ഏകവും യഹോവ ഏകന് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതിപ്പോഴെങ്ങും അല്ല, ഇനിയും യേശു കർത്താവ് വന്ന് ഇവിടുന്ന് ദുഷ്ടന്മാരെ, ഈ യേശു കർത്താവ് വരുന്നത് ഈ ഭൂമി തന്നെയാട്ടോ, ഈ ആകാശത്ത് തന്നെയാ. പിശാചു വാണ് മുടിപ്പിച്ചിട്ടിരിക്കുന്നത് ഇവിടെ തന്നെയാ വരുന്നേ. തുടർന്നാണ് ഇവിടെ ഭൂമിയിലുള്ള ദുഷ്ടന്മാരെ നീക്കി ഭൂമിയെ ശുദ്ധീകരിക്കുന്നത്. അത് കഴിഞ്ഞ് 1000 വർഷം കഴിഞ്ഞിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഏത് പുതിയ ആകാശം പുതിയ ഭൂമി? നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും വരികയുള്ളൂ. അങ്ങോട്ടേക്കാണ് പ്രിയ മക്കളെ പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നത്. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ചിത്രം. നമ്മുടെ അവസാനം കാണുന്ന രംഗമാണ് പറയുന്നത്. അങ്ങോട്ടേക്കാണ്. ഇത് കണ്ടോ, പുതിയ യെരൂശലേം വന്ന് നിൽക്കുന്നുണ്ട്. ഒരു സ്ക്വയർ ബോക്സ്, തീപ്പെട്ടി പോലെയല്ല, ഇതൊരു ക്യൂബാണ്. ഇതാ പുതിയ യെരൂശലേമാണ് കാണുന്നത്. അങ്ങോട്ടേക്കാണ് പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നത്. ഇതാണ് വെളിപ്പാട് പുസ്തകം 21:1, 2, 3 വാക്യങ്ങൾ. നിങ്ങൾ ഇന്ന് മനസ്സിലാക്കണം. ഇതാണ് ക്ലൈമാക്സ്. അല്ലെങ്കിൽ ഇതാണ് അല്ലെങ്കിൽ യേശുവിന്റെ വരവോടുകൂടെ അവസാനിക്കില്ല. യേശുവിന്റെ വരവോടുകൂടെ സെക്കൻഡ് ഫേസ് പ്രവർത്തനം തുടങ്ങുകയേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവരാജ്യം സ്ഥാപിതമാകാനുള്ള സെക്കൻഡ് സ്റ്റേജ്. ദൈവരാജ്യം 3 പറ മാവിൽ ഒളിച്ചു വെച്ച പുളിപ്പ് പോലെ. അതിന്റെ അർത്ഥം ഇത് 3 സ്റ്റേജ് ആയിട്ടാണ് വളരുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഹല്ലേലൂയ. അപ്പോ ഇത് ഈ കാണുന്നതാണ് ഈ ഭൂമിയുടെ മുകളിൽ വന്നു നിൽക്കുന്ന പുതിയ യെരൂശലേം. കണ്ടോ? ഹല്ലേലൂയ. ഇതാണ് വായിച്ച വെളിപ്പാട് 21:1, 2, 3. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഇതാണ് നമുക്കുള്ള വാഗ്ദത്തം. 2 പത്രോസ് 3:13 എന്നാ പറയണേ? നാം ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറയുന്നില്ലേ? നാം കാത്തിരിക്കാറുണ്ടോ? അത് വരാൻ പോവുക. ഹല്ലേലൂയ. അതാണ് ഇവിടെ പറയുന്നത്, പുതിയ ആകാശവും പുതിയ ഭൂമിയും. താഴേക്ക്. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഈ സാധനം ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ നിക്കണേ,
ഇത് ഒഴിഞ്ഞു പോകും. നമ്മൾ ഇരിക്കുന്നില്ലേ, ഇത് ഒഴിഞ്ഞു പോകും. ഇതിനെ അങ്ങ് മാറ്റിക്കളയും. കാരണം ഇതിന് വേണ്ട. അശുദ്ധി വസിക്കുന്ന ഒന്നും ദൈവത്തിന് വേണ്ട. എല്ലാം നീതിയാ. കാരണം ദൈവം അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും ആയ താൻ മാത്രം അമർത്യതയുള്ള അപ്പനാണ്. തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും. ഈ പുതിയ യെരൂശലേമിലെ അപ്പം പ്രത്യക്ഷത വരുത്തുന്നത് അപ്പം മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ഒരുമിച്ച് പ്രത്യക്ഷത വരുത്തും. താഴേക്ക്. സമുദ്രവും ഇനിയില്ല. ഇനി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ സമുദ്രം ഇല്ല. ഇത് നമ്മൾ ഞാൻ ഇവിടെ വരച്ചതായതുകൊണ്ട് ഇതിന് സമുദ്രമുണ്ട്. ഇനി വരാൻ പോകുന്ന ഭൂമിയിൽ സമുദ്രം ഇല്ല. താഴേക്ക്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. കണ്ടോ, പുതിയ യെരൂശലേം ഇറങ്ങി വരികയാ. എങ്ങോട്ടേക്കാ? ഭൂമിയിലേക്ക്. അപ്പോ അവിടെ എന്നാ വിളിച്ചു പറയണേ? അവിടെ വിളിച്ചു പറയുന്നതാണ്, സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ രാജ്യം വരണമെന്ന് പറഞ്ഞില്ലേ? ആ പ്രാർത്ഥനയുടെ ഉത്തരം നടക്കുകയാ. ദൈവം മനുഷ്യരോടുകൂടെ പാർക്കാൻ വരികയാ, ഇറങ്ങി വരികയാ. പുതിയ യെരൂശലേമിൽ ഒരശുദ്ധനും അതിന്റെ ഉള്ളിൽ പ്രവേശിക്കത്തില്ല. ഹല്ലേലൂയ. താഴേക്ക് വായിച്ചേ, എന്താണത്? സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ദൈവം മനുഷ്യരോടുകൂടെ പാർക്കുന്നു. സന്തോഷമുണ്ടോ? ഇതിന്റെ പേരാണ് സുവിശേഷം. ഇതാണ് യേശു കർത്താവ് 3.5 വർഷം പ്രസംഗിച്ചത്. മനസ്സിലായോ? ദൈവം നിങ്ങളോടുകൂടെ പാർക്കാൻ വരുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, പാപഭംഗിലമായ നിന്റെ ജീവിതം, സ്വകേന്ദ്രീകൃതമായ നിന്റെ ജീവിതം വിട്ടിട്ട് ദൈവ കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് മാനസാന്തരപ്പെട്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിക്കാനാ യേശു പറഞ്ഞ് 3.5 വർഷവും. ഇതുകൊണ്ടാണ് കൂടാരം ഉണ്ടാക്കാൻ പോയ അപ്പോസ്തലന്മാര് മറുരൂപമലയിൽ യേശുവോടുകൂടെ മോശയും ഏലിയാവും കയറി വന്നപ്പോ അപ്പോസ്തലന്മാർ 3 കൂടാരം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. എന്റെ ഭാഷയിൽ പറഞ്ഞ ഉടനെ സ്വർഗസ്ഥ പിതാവ് ഇടപെട്ടു. നിന്റെ കൂടാരം ഒന്നും ഇവിടെ വേണ്ട, പകരം ഇവനൊരു സന്ദേശം പറയാനുണ്ട്, ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ട്. അതാണ് സുവിശേഷം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പേൻ. എന്നെ പറഞ്ഞേ, ലൂക്കോസ് 9 കാണാം നമുക്ക്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കാൻ പറഞ്ഞാൽ ഇവനൊരു സന്ദേശം ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ട് നിങ്ങളോട് പറയാൻ. അതാണ് സുവിശേഷം. ആ സുവിശേഷം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഞാനുമായി ഒരുമിച്ച് ജീവിപ്പാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, മാനസാന്തരത്തിന് തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ പാപവഴികളെ വിട്ട് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ എന്റെ പുത്രൻ കാൽവരി ക്രൂശിൽ യാഗമാകും. അവനെ വിശ്വസിച്ചിട്ട് അവന്റെ നാമം ഏറ്റുപറഞ്ഞ് ഇന്നുള്ള പാപവഴികളെ വിട്ടുതിരിഞ്ഞിട്ട് നിങ്ങൾക്ക് സിയോൻ യാത്രയിൽ നിങ്ങൾക്കും ചേരാം. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കും യാത്ര ആരംഭിക്കുക. അങ്ങനെ ഈ ഭൂമിയിൽ ഈ ശരീരം മരണത്തെ പിടിക്കപ്പെടുമ്പോൾ നീ അതിനെ തിരിഞ്ഞു നോക്കി പറയേ, മരണമേ നിന്റെ ജയം എവിടെ? ക്രിസ്തുയേശുവിലൂടെ മരണത്തിന്റെ അപ്പുറം സ്വർഗത്തിലെ ദൈവം എന്നെ പ്രവേശിപ്പിച്ചു. അല്ലാതെ മത്തായി 21, 22, 23 പറഞ്ഞാൽ വിശ്വാസികൾ എല്ലാവരും കർത്താവിനെ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, സുവിശേഷം അറിയിച്ചു, രോഗികളെ സൗഖ്യം, ഭൂതങ്ങളെ പുറത്താക്കി, കൂട്ടത്തോടെ നരകത്തിലേക്ക്. എന്തിനാ എന്റെ പൊന്നുമക്കളെ ഈ പാട് കഴിക്കണേ? യേശു അവരോട് പറഞ്ഞത് എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും സ്വർഗ്ഗരാജ്യത്തിൽ കയറൂല്ലോ. ഇത് പറഞ്ഞിട്ട് നമ്മളിത് മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ച കോഴി പോലെ ആയിപ്പോയി. ഫ്രീസറിൽ വെച്ച് നമുക്കിത് കേട്ടാൽ ഒന്നും തോന്നണില്ല. വ്യക്തമായ യേശു പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയണ ഒന്നുമല്ല സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ മാത്രം ഒതുങ്ങും. യേശുവിനെ കർത്താവ് എന്ന് വാഗൊണ്ട് ഏറ്റുപറയും, ഹൃദയം കൊണ്ട് വിശ്വസിക്കും. അതിൽ ഒതുങ്ങരുത്. അത് വേണ്ടെന്നല്ല പറഞ്ഞത്. അത് നമ്മളുടെ കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത് റോമാലേഖനത്തിൽ. ദൈവം തന്റെ പൊറുമയിൽ നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ, ഏതു പാപങ്ങളെ? കഴിഞ്ഞകാല പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ഹല്ലേലൂയ. ഇതുവരെയും ആദം മുതൽ ഇതുവരെയും ഞാനും നിങ്ങൾ എന്തൊക്കെ പാപം ചെയ്തു അത് മുഴുവൻ തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ ചുമലിലേക്ക് കൊടുത്തു. കാരണം ലോകത്തിന്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട നമ്മളെ ശിക്ഷിക്കാതെ വിട്ടു. ഹല്ലേലൂയ. ഇനി തുടർന്ന് നീ എന്ത് ചെയ്യണം? മേലിൽ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. ഇനി യേശുവെ അനുഗമിച്ച് പൊക്കാൻ 25 പ്രാവശ്യത്തിലധികം അങ്ങോട്ടേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ബൈബിൾ അവിടെ ഇരിക്കുന്നുണ്ട്. 25 പ്രാവശ്യത്തിലധികം 4 സുവിശേഷങ്ങളിൽ നമ്മളോട് പറഞ്ഞത് ഫോളോ മീ എന്ന് അല്ലേ? നമ്മൾ കണ്ടില്ല പലരും. ഹല്ലേലൂയ. നമ്മൾ അതിനെ എന്തുകൊണ്ട് മാറ്റി? പിശാച് നമ്മളെ തട്ടിച്ചു. നമ്മൾ അതിനെ സ്തുതി കൊണ്ട് മാറ്റി. സ്തുതിക്കുന്നതിൽ ചെലവൊന്നുമില്ല. യേശുവിനെ സ്തുതിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് വേണ്ടി കാൽവരി യാഗമായതാ. പക്ഷെ യേശു ഒരു പ്രാവശ്യം പോലും നമ്മൾ ആവശ്യപ്പെട്ടില്ല എന്നെ സ്തുതിക്കാൻ. പക്ഷെ യേശു 25-ലധികം പ്രാവശ്യം ആവശ്യപ്പെട്ടത് ഫോളോ മീ, എന്നെ അനുഗമിക്കേ.
എന്താ കാര്യം? എന്നെ അനുഗമിക്കുന്നത് വഴിയാണ് നിങ്ങളുടെ ഉള്ളിൽ ശുദ്ധീകരണം നടക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി, സ്പെഷ്യലി ദൈവദാസന്മാർ ഇത് മനസ്സിലാക്കി തങ്ങളുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവന്നിട്ട് അത് തങ്ങളുടെ സന്ദേശമല്ല, ജീവിതം ഒരു സന്ദേശമായി മറ്റുള്ളവരുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് തങ്ങൾ മൈക്കിലൂടെ ജനത്തോട് പറഞ്ഞ് അവരെയും കൂടി അത് ഒരുക്കിയെടുത്തുകൊണ്ട് ഒരുമിച്ച് യേശുവിന്റെ പിന്നാലെ ആ സിയോൻ യാത്രയിൽ നാം യാത്രയാകണം. ഇനി ഈ പുതിയ യെരൂശലേമിൽ വേണം നമ്മൾ ജീവിക്കാൻ. നമ്മൾ കേട്ടില്ലേ, ഒരു ബോഷ്ക്ക് പറയുന്നവൻ അതിന്റെ ഉള്ളിൽ കയറത്തില്ല. വെളിപ്പാട് 21 അവസാന വാക്യം ഒന്നൊരു വായിച്ചേ. ഇതാ അതിന്റെ ആദ്യ ഭാഗം പറയുന്നു പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നു. എന്നാൽ അവസാന വാക്യം പറയുന്നു ഒരു അശുദ്ധനും ഒരു ബോഷ്ക്ക് പറയുന്നു അതിന്റെ ഉള്ളിൽ കയറത്തില്ലെങ്കിൽ ഇന്ന് ഇവിടെ ഒന്നൊന്ന് ചിന്തിച്ചോളണം, ഞാൻ അതിന്റെ ഉള്ളിൽ കയറുമോ? ഒന്നൊരു വായിച്ചേ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ബോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. എന്റെ പൊന്നു ദൈവദാസന്മാരെ, പൊന്നു ദൈവമക്കളെ, ഈ വചനം സത്യമാണോ? അശുദ്ധിയും ബോഷ്കും പ്രവർത്തിക്കുന്ന അശുദ്ധിയുള്ള ഒരുവൻ, ബോഷ്ക്ക് പറയുന്ന ഒരുവൻ, ഒരശുദ്ധൻ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സിയോൻ സഞ്ചാരിയാ, പുതിയ യെരൂശലേമിലേക്ക് സഞ്ചാരിയാ. ഈ ഒരു ലെവലിലേക്ക് നമുക്ക് വളരാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട്? നമുക്ക് സുവിശേഷം അറിയില്ലാത്തത് കൊണ്ട്, പുതിയ സൃഷ്ടിയെ കുറിച്ച് അറിയില്ലാത്തത് കൊണ്ട്. നിങ്ങൾക്ക് അറിയാമോ? 1 യോഹന്നാൻ 3:9 പറഞ്ഞ എന്നറിയാമോ? ഒരു അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുണ്ട്. എന്റെ സഹോദരന്മാരോട് നിങ്ങളെ കണ്ടുകൊണ്ട് തന്നെ പറയണേ. അല്ലെങ്കിൽ ഒരു അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക, ഒരു അശുദ്ധിയും പ്രവർത്തിക്കുന്നത് അതിന്റെ അകത്ത് കയറത്തില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കാതെ എങ്ങനെ പറ്റുമെന്ന്? ദൈവത്തിന് ജനിച്ചാൽ മതി അത് പറ്റും. ദൈവത്തിന് ജനിച്ചാൽ മതി അത് പറ്റും. വായിച്ചേ 1 യോഹന്നാൻ 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. കണ്ടോ? ഇത് മതി. ദൈവത്തിന് ജനിച്ചവർക്ക് അത് പറ്റും. പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. സത്യം അറിഞ്ഞാലേ സത്യം നമ്മൾ സ്വതന്ത്രമാക്കൂ. യേശു പറഞ്ഞു സത്യം അറിയുമ്പോൾ സത്യങ്ങളെ സ്വതന്ത്രമാക്കും. നിങ്ങൾ നോക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് നന്നായിട്ട് പാപം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? പക്ഷെ സത്യം ഇതാണ്, ദൈവം വിചാരിച്ചാലും പാപം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചിന്തയല്ല സത്യം, ദൈവവചനമാ സത്യം. വായിച്ചൊന്നും കൂടെ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ഈ വചനം സത്യമോ നുണയോ? ദൈവത്തിന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അതിന്റെ കാരണം താഴേക്ക്, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. അവൻ പാപം ചെയ്യാത്തതേ പാപം ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാ. മനസ്സിലായോ? കഴിവില്ലാത്തത് കൊണ്ട്. ഹല്ലേലൂയ. ചെറുപ്പത്തിൽ ഞാൻ വളരെ തെമ്മാടിയായിരുന്നു. 8ാം ക്ലാസ് പഠിത്തം നിർത്തി ദുർഗുണപരിഹാര പാഠശാലയിലേക്ക് എൻ്റെ അപ്പനും അമ്മയും തീരുമാനം എടുത്ത ഒരു ദരിദ്ര വീട്ടില് ജനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ക്രിസ്തീയ കുടുംബത്തിൽ, കത്തോലിക്ക കുടുംബത്തിൽ. അച്ഛൻ്റെ ഇടത്തും വലത്തും നിൽക്കാനായിട്ട് അമ്മ നിർബന്ധിച്ച് അവിടെ പോയി ഇടത്തും വലത്തും അൾത്താരവാലിനായിട്ട് നിന്നൊരാളാ. ഈ ഒരു സമയത്ത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്കൊരു ഹോബി ഉണ്ടായിരുന്നു, പടക്കം ഉണ്ടാക്കല്. അങ്ങനെ ഒരിക്കലും ഒരു വലിയ പടക്കമൊന്നും, സാധാരണ പടക്കമൊന്നുമില്ല, വലിയ പടക്കങ്ങളുണ്ട്, ഗുണ്ട ഉണ്ടാക്കണേ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ പല സാധനങ്ങളും ചിരട്ട കുപ്പിച്ചില്ലൊക്കെ നിറച്ച് കെട്ടി മരുന്നിട്ട് കെട്ടി ഇത് കത്തിച്ച് പൊട്ടിക്കഴിയുമ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചിമാരൊക്കെ ബഹളം ഉണ്ടാക്കും. തുടങ്ങിയവൻ അങ്ങനെ കണ്ടന്റെ പാത്രങ്ങളൊക്കെ പെട്ടാന്ന് താഴെ വീഴി സൗണ്ട് കേട്ടിട്ട്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമാണ് ഇത് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു ഗുണ്ടുണ്ടാക്കി ഇട്ടു, അത് പൊട്ടിച്ചു, അത് കത്തിച്ചു, മാറ്റിയിട്ടു തെങ്ങിന്റെ വീട്ടിലേക്ക്. ഞങ്ങൾ കൂട്ടുകാരൊക്കെ നോക്കി വെക്കുക, ഇപ്പൊ പൊട്ടൂന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കി നിന്നിട്ട് കുറെ നേരിട്ട് അത് പൊട്ടണില്ല. തീ അടുത്ത് വന്നു. ഒരു അരമണിക്കൂർ അവിടെ ഇട്ടു. പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിയാലോ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ചെന്നിട്ട് അതിന്റെ പയ്യെ അതിന്റെ തൊലികൾ പൊളിച്ച്, പേപ്പറുകൾ കെട്ടി ഉണ്ടാക്കിയ തൊലി പൊളിച്ചു നോക്കി. പൊളിച്ച് അവസാനം ഇപ്പൊ പൊട്ടു എന്നുള്ള രീതിയിലാണ് വിടുന്നത്. അവസാനം നോക്കിയപ്പോ മനസ്സിലായതൊരു അബദ്ധം പറ്റി. മരുന്നിടാൻ മറന്നുപോയി ഉണ്ടാക്കിയപ്പോ. അടുത്ത മനസ്സിലായോ? അപ്പൊ എനിക്കൊന്നും മനസ്സിലായി, മരുന്നില്ലാത്ത കൊണ്ട് പൊട്ടത്തില്ല. പിടുത്തം കിട്ടിയ? മരുന്നില്ലാത്ത കൊണ്ട് പൊട്ടത്തില്ല. ഇതുപോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യാനുള്ള മരുന്നകത്തില്ല, അതുകൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിയത്തില്ലെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. പക്ഷേ ഇതൊക്കെ ആദത്തിൽ നിന്ന് ജനിച്ചതാ, ഇതിനൊക്കെ നന്നായിട്ട് പാപം ചെയ്യാൻ പറ്റും. മനസ്സിലായ? ഇതിന്റെയൊക്കെ ഉള്ളിൽ പാപം ചെയ്യാനുള്ള മരുന്നുണ്ട്. ഇതുകൊണ്ടാ വിശുദ്ധ പൗലോസ് റോമ 7 പറയുന്നത്, പാപം ചെയ്യാതിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കുന്ന തിന്മ ഞാൻ ചെയ്തു പോകുന്നു. കാരണം പാപം എന്റെ ജഡത്തിൽ വസിക്കുന്നു എന്നൊരു സംഭവം ഞാൻ കാണുന്നു. പാപം ചെയ്യാനുള്ള മരുന്ന് എന്റെ അകത്തുണ്ട്. ആരിൽ? ആദത്തിന് ജനിച്ചവനിൽ. എന്നാൽ ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവിന് ജനിച്ചവന്റെ ഉള്ളിൽ പാപം ചെയ്യാനുള്ള മരുന്നില്ല.
നിങ്ങൾ തിരിച്ചറിയണം, ഇത് രണ്ട് മനുഷ്യനാ, ഒരു കോമ്പിനേഷനാണ്. ഇന്ന് ഞാനും നിങ്ങൾ, ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ ജീവൻ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അകത്തുള്ളവനിൽ, ആത്മാവിലുള്ളവനിൽ പാപം ചെയ്യുവാനുള്ള കഴിവില്ല, എന്നാൽ പുറമേയുള്ളവന് പാപം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ആത്മാവാൽ നയിക്കപ്പെടുന്നുവെങ്കിൽ നീ ഈ ജഡികമായ പാപം ചെയ്യാൻ കഴിവുള്ളവൻ നീയെ തോൽപ്പിക്കാനായിട്ട് ഇടയാകും. അത് പുതിയ സൃഷ്ടിയാണ്. ഇനി പഴയതിലേക്കല്ല എൻ്റെ പൊന്നുമക്കളെ പോകേണ്ടത്, പുതിയതിലേക്കാ. പക്ഷെ പുതിയ സൃഷ്ടിയെ കുറിച്ച് ഞാൻ പഠിച്ച ബൈബിൾ കോളേജിന്റെ സിലബസിൽ പോലുമില്ല. പിശാചിന്റെ മിടുക്ക ഇതാണ്. ഗലാത്യ 6:15 പറയുന്നത്, ഇനി പഴയ ശരീരത്തിലുള്ള ഉടുപ്പിന്റെ ശക്തിയോ മീശ വടിക്കലോ അല്ലെങ്കിൽ ആഭരണ പരിപാടിയോ അല്ല എങ്കിൽ അഗ്രചർമ്മോ പരിച്ഛേദന ഒന്നുമല്ല. ഇതൊക്കെ മാന്യമായിട്ട് ചെയ്യുക, അതൊന്നും അല്ല ഇനി കാര്യം പുതിയ സൃഷ്ടിയാ. പക്ഷെ പുതിയ സൃഷ്ടിയെ കുറിച്ച് ആർക്കറിയാവുന്നേ? പിശാച് ദൈവമക്കളെ തോൽപ്പിച്ചില്ലേ? ഹല്ലേലൂയ. ദൈവരാജ്യം എന്ന് പറഞ്ഞ സംഭവം ഞാൻ പഠിച്ച ബൈബിൾ കോളേജിന്റെ സിലബസിലില്ല. അതാണ് യേശു പ്രസംഗിച്ച സന്ദേശം. ആ ദൈവരാജ്യത്തിലെ പുതിയ പൗരനായ പുതിയ സൃഷ്ടി അത് ബൈബിൾ കോളേജിന്റെ സിലബസിലില്ല. നമുക്ക് ആർക്കും ഇതൊരു വിഷയമല്ല, പ്രശ്നമല്ല. കാരണം പിശാച് നമ്മളെ ബുദ്ധിയെ മരവിപ്പിച്ചിട്ടിരിക്കുക. ഫ്രീസറിൽ വെച്ച മത്തി പോലെ അല്ലെങ്കിൽ ചിക്കൻ പോലെ അത് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. ഇതേപോലെ ലോകം നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്ത് കളഞ്ഞിരിക്കുക. വായിച്ച ഗലാത്യ ലേഖനം 6:15. പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്പൊ ഇനി എന്താ കാര്യം? പുതിയ സൃഷ്ടിയാ കാര്യം അല്ലേ? ഒന്ന് പറഞ്ഞേ, പുതിയ സൃഷ്ടിയാ കാര്യം ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഇനി എന്താ കാര്യം? കാരണം ഈ പഴയ സൃഷ്ടിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തീപ്പൊയ്കയിലേക്ക് പോകാൻ ഡെഡിക്കേറ്റഡാ. എല്ലാം മരണത്തിന്റെ കീഴിലാ. പുതിയ സൃഷ്ടി മാത്രമേ ഉള്ളൂ മരണത്തിന്റെ മുകളിൽ. ഇനി കാര്യം പുതിയ സൃഷ്ടിയാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ട് എന്റെ ദൈവമക്കൾ പഴയ ഇതിനെ വിട്ടിട്ട് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യണം. അല്ലാണ്ട് യേശുവിൽ വീണ്ടും ജനിച്ചു, എന്നിട്ട് നേരെ ലോകത്തിലേക്ക് തിരിഞ്ഞു. ലോകത്തിൽ അന്നവസ്ത്രാദി സർവ്വ നന്മകൾ എന്ന് വെച്ചാൽ വെറും വിഡ്ഢിത്തമാണ്. ഇവരെ നോക്കി ബൈബിള് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, ബുദ്ധിയില്ലാത്തവരെ, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് വീണ്ടും ജഡത്തിലേക്ക് പിന്മാറിയോ? ഹല്ലേലൂയ. ജഡത്തിലെ കാര്യം പറഞ്ഞാൽ ഇന്ന് കൺവെൻഷന് ആളെ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. പിൻപിലെ കാര്യം പറയണോ? മുൻപിലെ കാര്യം പറഞ്ഞാൽ യേശു പറഞ്ഞതുപോലെ ചെറിയ ആട്ടിൻകൂട്ടാ. ഹല്ലേലൂയ. എന്റെ മക്കളെ, പിൻപിലുള്ളതെല്ലാം മരണത്തിന്റെ കീഴിലാ, മുൻപിലുള്ളത് ജീവന്റെ കീഴിലും. അതുകൊണ്ട് പിൻപിലുള്ളതിനെ പുറകിലാക്കിയിട്ട് പൗലോസ് പറഞ്ഞതുപോലെ ഫിലിപ്പിയ ലേഖനം 3:14 പറയുന്നത് പോലെ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ ഞങ്ങൾ മറന്നിട്ട് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞങ്ങൾ ലാക്കിലേക്ക് ഓടുകയാണ്. മോനെ, മരണം ഈ അടുത്ത് തന്നെ നമ്മളെ കീഴടക്കും. വായിച്ച ഫിലിപ്പിയർ 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു. പിൻപിലുള്ളതിന് എന്ത് ചെയ്യണം? അതിനു വേണ്ടി നിൽക്കാനല്ല, അതിനെ മറക്കാനാ. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. കണ്ടോ? സിയോൻ യാത്രയാ, ലാക്കിലേക്ക് ഓടുകയാണ്. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ, ദൈവമക്കളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു യാത്രയാണ്. എങ്ങോട്ട്? എവിടെ നിന്ന് എങ്ങോട്ട്? ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കുള്ളൊരു യാത്രയാണ്. നേരത്തെ യാത്ര ചെയ്യാൻ റോഡുണ്ടായിരുന്നില്ല. എന്നാൽ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നമ്മുടെ കർത്താവായ അരുമനാഥനെ യേശു ജീവനുള്ള പുതിയൊരു ഹൈവേ, പുതിയൊരു വഴി തുറന്നു. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ ജീവനുള്ള പുതിയ വഴിയെ തുറന്നു. അത് NH-47 അല്ല, അതിനേക്കാൾ ഭയങ്കര വീതിയുള്ള ദൈവമക്കൾക്ക്, ഇതുവരെയും പിശാചിന്റെ കീഴിൽ തടവിൽപ്പെട്ട ദൈവമക്കൾക്ക് ആ തടവ് യേശുക്രിസ്തു കാൽവരി ക്രൂശിലെ യാഗത്തിൽ അത് തകർത്ത് കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗമേപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി ജയ ഉത്സവം കൊണ്ടാടി. തുടർന്ന് യേശുവിന്റെ നാമം വിളിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും ഈ തടവിൽ നിന്ന്. തുടർന്ന് യേശു പറഞ്ഞു, ഫോളോ മീ. മോശ ഇതിന്റെ നെടല. മോശയിലൂടെ 10 ബാധകളിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ചു. തുടർന്ന് എന്നാ പറഞ്ഞേ മോശ? ഫോളോ മീ. എങ്ങോട്ട്? കനാനിലേക്ക്. നമുക്കും പോകണ്ടേ? എന്നിട്ട് പറഞ്ഞു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്നു. നമുക്കും പോകണ്ടേ? ഇവിടെ കിടന്നാ മതിയോ? സ്നാനം കഴിഞ്ഞ് നേരെ ഈജിപ്തിലേക്ക് തിരിച്ചുപോയി. ഈജിപ്തിലെ പരിപ്പും കലവും ഇറച്ചിക്കലവും ഉള്ളിയും അതൊക്കെയാ മനസ്സിലെ ചിന്ത മുഴുവൻ. ഹല്ലേലൂയ.
അന്യവസ്ത്രാദി നന്മകളാ മനസ്സിലെ ചിന്ത മുഴുവൻ. ഇത് കണ്ട് യേശു പറഞ്ഞു, എന്റെ മക്കളെ, ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്ന് ആ കാത്തിരിക്കുന്ന അപ്പനറിയാ. നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്ന് നീ അപ്പന്റെ രാജ്യം, അപ്പനോട് കൂടെ ജീവിക്കുന്നതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കേ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇത് ചേർത്ത് നൽകപ്പെടും. ഇതെല്ലാം ഞാൻ നിങ്ങളോട് എൻ്റെ ജീവിതം പറഞ്ഞ അമ്മയുടെ താലിമാല പണയം വെച്ച് ഒരു ദരിദ്ര വീട്ടിൽ നിന്ന് പട്ടിക ചരിഞ്ഞ് മഴ പെയ്ത വെള്ളം കയറുന്ന ഇന്ന് ആ വീടില്ല, അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് എന്നെ പഠിക്കാൻ അയച്ചതാ ഒരു മറ്റു ജാതിയിൽപ്പെട്ട ഒരു സഹോദരൻ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോ, ക്രിസ്തീയ വീട്ടിൽ ജനിച്ച ഞാൻ, പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ആ യേശു ക്രിസ്തുവെ സ്വീകരിക്കാനും മാത്രമല്ല വിശുദ്ധ ബൈബിളിലൂടെ ആ 4 സുവിശേഷങ്ങളിലൂടെ യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം എന്നാ എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞപ്പോ ഞാൻ ആ സുവിശേഷത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതുവരെ ഞാൻ കാണാത്ത ഒരപ്പൻ, യേശു വെളിപ്പെടുത്തിയ ഒരപ്പൻ എനിക്ക് പ്രത്യക്ഷമായി എന്റെ ഉൾത്തളങ്ങളിൽ. ആ അപ്പൻ എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് തരുവാനായിട്ടാണ്. ചിന്ത മതി, നമ്മൾക്കൊരു ചിന്ത മതി, നമുക്കൊരു ആവശ്യം മതി, അത് നമ്മുടെ പുറകെ കൂടും. ഇതാണ് അപ്പന്റെ വീട്ടിലേക്ക് മടക്കി യാത്ര ചെയ്ത ധൂർത്തപുത്രന്റെ കഥയിലെ പന്നിക്കൂട്ടിൽ കിടന്ന, ലോകത്ത് കിടന്ന മകൻ അപ്പന്റെ വീട്ടിലേക്ക് വന്നപ്പോ അവൻ ഒരു വാക്കുപോലും പ്രാർത്ഥിച്ചില്ല. യേശു പറഞ്ഞ അപ്പനെ അവൻ തിരിച്ചറിഞ്ഞു. ഒരു വാക്കുപോലും പ്രാർത്ഥിച്ചില്ല. അപ്പാ എനിക്ക് വിശക്കുന്നു, അവൻ പറഞ്ഞില്ല. അപ്പാ എനിക്ക് ചെരുപ്പ് വേണം, അവൻ പറഞ്ഞില്ല. അപ്പാ എനിക്കൊരു മാന്യതയില്ല, മോതിരം വേണം, അവൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പാ നല്ലൊരു ഉടുപ്പില്ല, എനിക്ക് ഉടുപ്പ് വേണം, അവൻ പറഞ്ഞില്ല. ഒറ്റ കാര്യം അവൻ പറഞ്ഞോളൂ, ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും ഹൃദയം കൊണ്ട്. മനസ്സിലായോ? ഇതാ യേശു പറഞ്ഞ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കാൻ. അതോടുകൂടെ ഇതെല്ലാം ഫ്രീ ആയിട്ട് വരുന്നത്, അതോടുകൂടെ ഇതെല്ലാം ചേർത്ത് നൽകപ്പെടും. എൻ്റെ മക്കളെ, ഇത് ചേർത്ത് നൽകപ്പെടുന്നതാ. ഇതിനു വേണ്ടി കിടന്ന് ഇവിടെ കരയേണ്ട ആവശ്യമില്ല. മുമ്പേ അപ്പനോടുകൂടെ ജീവിക്കുന്നതിനെ കുറിച്ച്, പുതിയ യെരൂശലേമിൽ ജീവിക്കുന്നതിനെ കുറിച്ച് നീ അന്വേഷിക്കേ. അങ്ങോട്ടേക്ക് യാത്രയാകുക, സിയോൻ യാത്രയിൽ അങ്ങോട്ടേക്ക് യാത്രയാകുക. പിൻപിലുള്ളതിനെ മറന്നു പോ, അവിടെ ചെല്ലും. അല്ലാണ്ട് പിൻപിലുള്ളതിനെ പിടിച്ച് ഈ ജീവനെ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഇത് നമുക്ക് നഷ്ടപ്പെടും മക്കളെ. മരണം നമ്മളെ വിളിക്കും, പെട്ടെന്ന് പോകും. നിങ്ങൾക്കറിയാമോ, ശ്രീദേവി എന്ന് പറയുന്ന ഒരു ഭയങ്കര ആക്ട്രസ് ഉണ്ടായിരുന്നു. ഞാൻ ദുബായിലൊരു ബിസിനസ്സുകാരനാണ് കേട്ടോ. ശ്രദ്ധിച്ചേ, ഒരിക്കൽ ആ സഹോദരി 2018 ഞാൻ ചിന്തിക്കുന്നു, ദുബായിൽ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നു. ദുബായിലൊരു ഫംഗ്ഷന് വേണ്ടി വന്ന് വിവാഹ ചടങ്ങാണ്. ആ വിവാഹ ചടങ്ങ് കഴിഞ്ഞ് നന്നായി കുടിച്ചു എന്നാണ് കേട്ടത്. കുടിച്ചിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലുണ്ട്, അതിൽ എമിറേറ്റ്സ് ടവറിലാണ് ആ ഒരു ഹോട്ടൽ. ആ എമിറേറ്റ്സ് ടവറിൽ ആ ഹോട്ടലിൽ കയറി താൻ ആ കുളിക്കുന്ന സമയത്ത് ആ ബാത്ടബിലേക്ക് താൻ ഓവർ ഡോസ് ആയിരുന്നു, താൻ മുങ്ങിപ്പോയി മരിച്ചുപോയി. ആഘോഷിക്കുക, പൈസ കൊയ്യുക. നമ്മളിങ്ങനെ ഈ ലോകം ആസ്വദിച്ചുകൊണ്ടും പൈസ കൊയ്തുകൊണ്ടിരുന്നാൽ ചക്ക മുതലാളി പൈസ കൊയ്യുക, മറ്റുള്ളവർ പൈസ കൊയ്യുക. അപ്പോഴാണ് ഈ മരണം കയറി വരുന്നത്. പിൻപിലും മരണമുണ്ട് മക്കളെ, അതുകൊണ്ട് അങ്ങോട്ട് പോകരുത്. അപ്പൊ നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടാകും, പൈസ കൊയ്യണ നേരത്ത്, പണം വാരണ സമയത്ത് മരണമേ ഓടിച്ചാടി വന്നതു നീ എന്തിന്, അല്ലേ? വയലെല്ലാം നന്നായി വിളഞ്ഞു, ബിസിനസ്സൊക്കെ നന്നായി നല്ല പൈസ വരികയാ. അപ്പോഴതേ വരുന്നു മരണം. പൈസ കൊയ്യണ നേരത്ത്, പണം വാരണ സമയത്ത് മരണമേ ഓടിച്ചാടി വന്നതു നീ എന്തിന്. ചോദ്യം അകത്തുണ്ടാകും. അപ്പൊ മരണം പറയും, കൊണ്ടേ പോകൂ നിന്നെ, കൊണ്ടേ പോകൂ, കൊണ്ടേ പോകൂ നിന്നെ, കൊണ്ടേ പോകൂ. പാവപ്പെട്ടനെന്നോ പണക്കാരനെന്നോ പാതിരിയെന്നോ പാസ്റ്ററെന്നോ വകഭേദമില്ല, നിന്നെ കൊണ്ടേ പോകൂ. മനസ്സിലായ? പിൻപിലുള്ളതിനെ പിടിച്ചുകൊണ്ടിരുന്നാൽ മരണം നിന്നെ കൊണ്ടുപോകും. ഹല്ലേലൂയ. അത് നീ അലക്സാണ്ടർ ലോക ചക്രവർത്തിയാണെങ്കിൽ, നീ കുബേരനായ ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നനാണെങ്കിലും മരണത്തിന് യാതൊരു റെസ്പെക്റ്റും ഇല്ല, കൊണ്ടേ പോകും. മനസ്സിലായ? അപ്പൊ ഈ സമയത്ത് എൻ്റെ പ്രിയ മക്കളെ, നിങ്ങളൊന്ന് തിരിച്ചറിയണം, എൻ്റെയും നിങ്ങളുടെയും ജീവിതം എന്തിനാ? കുറച്ച് നേരത്തേക്ക് ദൈവം ഇവിടെ നമ്മളെ അനുവദിച്ചിട്ടുള്ളൂ, കുറച്ച് നേരത്തേക്ക് അനുവദിച്ചിട്ടുള്ളൂ. ഈ അനുവദിച്ച സമയത്ത് നമ്മുടെ ജീവിതം എന്തിനാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിവേഗം പൊക്കോളണം. ഹല്ലേലൂയ. അതിവേഗം നമ്മളുടെ ജീവിതം എന്തിനാണെന്ന് തിരിച്ചറിഞ്ഞ് ഇവിടത്തെ പരിപാടികളിൽ കുടുങ്ങിപ്പോകരുത്. ദൈവത്തിൻ്റെ കോഴ്സിലേക്ക് നാം ചേരണം. അല്ലാതെ നമ്മളിവിടെ സമ്പന്നരായിട്ടോ
ഇവിടെ വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ട ഈ കിടക്കണ ആരാന്നറിയാമോ? ഈജിപ്തിലെ രാജാവാ. നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ആദ്യത്തെ സാമ്രാട്ട് ഈജിപ്തായിരുന്നു. ഫറവോക്കൾ കിടക്കുക. വെയിൽ കാണുന്ന ആരാന്നറിയാമോ? കിങ് തൂത്തൻഖാമൻ. ഹല്ലേലൂയ. കിടക്കണ കിടപ്പുണ്ട്, മമ്മിയിട്ട് വെച്ചേക്കുവാ. ഈജിപ്തിൽ പിരമിഡുകളിലുണ്ട്. എന്നെ സമ്പന്നന്മാരായിരുന്നല്ലേ അല്ലേ? എന്റെ മോനെ എന്റെയും നിങ്ങളുടെ ഈ ശരീരം ഉണ്ടല്ലോ, ഇതുപോലും വെക്കത്തില്ല. അധികം താമസിക്കാതെ പുഴുവിന് പലഹാരമായി മാറും. അടി പിൻപിലുള്ള പിടിക്കാൻ പോകാതെ ദൈവത്തിന്റെ ചിന്ത എന്താന്ന് മനസ്സിലാക്കി, ഞാനോ കുറയണം, ക്രിസ്തുവോ നമ്മിൽ വളരണം. ഈ ഒരു തലത്തിൽ നമ്മുടെ ജീവിതം മാറ്റപ്പെടണം. ഹല്ലേലൂയ. ഈ ഒരു ജീവിതം മാറ്റപ്പെട്ട് നാം കടന്നു വരാനായിട്ട് ഇടയാകണം. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാവി എന്താണ്? രാജ്യത്വ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ നിങ്ങൾ കേട്ടു, മതങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിച്ചുള്ള മനുഷ്യന്റെ യാത്രയുടെ ഫലമായിട്ടാണ് മതങ്ങൾ ഉണ്ടായത്. എന്നാൽ രാജ്യത്വ സുവിശേഷം, യേശു പ്രസംഗിച്ച രാജ്യത്വ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയാണ് രാജ്യത്വ സുവിശേഷം. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്വ സുവിശേഷത്തിൽ ബൈബിളിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചുള്ള യൂസേഴ്സ് മാനുവലാ. അതിന്റെ ഏറ്റവും അവസാന അധ്യായത്തിൽ അതിന്റെ 22:5 എഴുതിയിരിക്കുന്ന കാര്യം ഇന്നലെ അപ്പച്ചനോട് പറഞ്ഞു വ്യക്തമായിട്ട്. അപ്പച്ചൻ അടുത്ത ഭൂമിയുടെ രാജാവായിരിക്കണേ. മനസ്സിലായോ? 22:5 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ എന്നേക്കും രാജാക്കന്മാർ. ബൈബിൾ തീർന്നു. എന്റെ മോനെ, നീ ഒരു രാജാവാ. മോളെ, നീ ഒരു രാജാവാ. പക്ഷെ നിന്റെ വിളി എന്നാ നിനക്ക് അറിഞ്ഞുകൂടാ. അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നീ ഇതുവരെ ഉറപ്പാക്കിയിട്ടില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നത്. അവരെല്ലാം നമ്മുടെ വീടുകൾ കയറി ഇറങ്ങി, ചാച്ചാ, ചേച്ചി, ചേട്ടാ, എനിക്ക് വോട്ട് ചെയ്യണേ എന്ന് പറഞ്ഞു. അവരുടെ ഇലക്ഷൻ അവർ ഉറപ്പാക്കുകയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ നിന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥി നീയാണ്. നിന്റെ തെരഞ്ഞെടുപ്പ് നീ ഉറപ്പാക്കണം. വായിച്ചാട്ടെ, വെളിപ്പാട് 22:5. ഇനി രാത്രി ഉണ്ടാകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. കേട്ടോ? ഒന്നുകൂടി പറഞ്ഞ ആളുകൾ കേട്ടില്ല. കാരണം ഈ ലോകം ഒരു ഫ്രീസറാ. പിശാചിന്റെ ഫ്രീസറിന്റെ പേരാണ് ലോകം. മനസ്സിലായോ? അതിലിരിക്കുന്നവർക്ക് എളുപ്പമൊന്നും അകത്തേക്ക് സാധനം കയറത്തില്ല. ഒന്നുകൂടി വായിച്ചേ. അവർ എന്നേക്കും രാജാക്കന്മാരായി. ഒന്നുകൂടി വായിച്ചേ. അവർ എന്നേക്കും രാജാക്കന്മാരായി. എന്റെ മോനെ, മോളെ, നീ എന്നേക്ക് രാജാവാണ്. ഇത് കാര്യം മനസ്സിലാക്കണം. നിന്റെ വീടാണ്, നിന്റെ പുതിയ വീടാണ് ഈ പുതിയ യെരൂശലേം. ദൈവത്തോടുകൂടെ നീ വസിക്കുന്ന നിന്റെ പുതിയ വീടാ പുതിയ യെരൂശലേം. ഈ ഭൂമി എന്ന് പറയുന്നത് നിന്റെ വർക്ക് പ്ലേസ് ആണ്. നീ രാജ്യത്വം നടത്തേണ്ട സ്ഥലമാണ്. നിന്റെ ഭാവിയെ കുറിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ നിങ്ങൾക്കൊരു അസൈൻമെന്റ് തന്നു. ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു അസൈൻമെന്റ്, ഒരു ബൈബിളിലെ ഒരു ഭാഗം വായിച്ചിട്ട് വരാൻ പറഞ്ഞു. ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കി. അണ്ട, ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഈ ലോകം പിശാചിന്റെ ഫ്രീസറാണെന്നുള്ള കാര്യം അണ്ട, ഒരെണ്ണം പോലും ഇല്ലല്ലോ, ഇല്ലേ? ഒരെണ്ണം പോലും. ലോകം പിശാചിന്റെ ഫ്രീസറാ. പക്ഷെ നിങ്ങൾ കേൾക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. കൊച്ചുനാൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞങ്ങൾ ജൂനിയർ ആയിരുന്നേ. ആ ജൂനിയർ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ കേട്ടൊരു കാര്യം. ഞങ്ങളുടെ ഒരു സീനിയർ സ്റ്റുഡൻ്റ് ഉണ്ട്, ഞാൻ പേര് മാറ്റി പറയാം, ഗീത എന്ന് കേട്ടോ. ഗീത ഒരു ബസ്സിന്റെ കിളിയോട് ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞ് ആരോ പറയണത് കേട്ടു. എൻ്റെ ദൈവമേ, വർഷം എത്രയാണെന്നറിയാമോ? എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ അത് പോയിട്ടില്ല. പക്ഷെ ദൈവരാജ്യ വചനം പറഞ്ഞാൽ ഉടനെ മനസ്സിൽ നിന്ന് പോകും, അല്ലേ? ഹല്ലേലൂയ. അങ്ങനെ ആകരുത് കേട്ടോ. തല തിരിഞ്ഞാകണം. ലോകത്തിന്റെ കാര്യങ്ങൾ ഇനി കേട്ടാൽ അകത്തിരിക്കരുത്. ദൈവത്തിന്റെ കാര്യങ്ങൾ, ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അകത്തിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കി, ഇവിടെ പറയാണ് നമ്മൾ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. എവിടത്തെ? ഈ ഭൂമിയുടെ മുകളിൽ. ഇന്നലെ കേട്ടില്ലേ വേറൊന്ന്? നമ്മളെ സൃഷ്ടിച്ചെന്തിനു വേണ്ടിയാ? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. ബൈബിളിന്റെ റെഫറൻസ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും കൂടി ഇന്നലെ പറഞ്ഞു. ഞാൻ കന്യാസ്ത്രീമാരെ ആണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ അവരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് നമ്മളെ ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കാനാണെന്ന്. അതിനുശേഷം തുടർന്ന് കടന്നു വന്ന പ്രൊട്ടസ്റ്റന്റ് സഭ, പെന്തക്കോസ്ത് സഭകളൊക്കെ ഇത് തന്നെയാണ് പഠിപ്പിച്ചത് ഞാൻ കണ്ടത്. പക്ഷെ ഞാൻ കണ്ടത് ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും എഴുതിയിട്ടില്ല നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കാനാണെന്ന്. പക്ഷെ എല്ലാ സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം. അത് സൂര്യനും ചന്ദ്രനും താരഗണങ്ങളും മാലാഖമാരും നമ്മളൊക്കെ ദൈവത്തെ ആരാധിക്കണം. സൃഷ്ടികൾ മുഴുവൻ ദൈവത്തെ ആരാധിക്കണം. പക്ഷെ ദൈവത്തിന്റെ വചനവും നമ്മളെ ഉണ്ടാക്കുന്നതിന് ഉൽപ്പത്തി 1:26 പറയാം, നമ്മളെ ഉണ്ടാക്കിയത് ഭൂമിയുടെ രാജ്യത്തെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്, ഭൂമിയുടെ വാഴ്ച ഏറ്റെടുക്കാൻ വേണ്ടിയാ. ഇതാണ് ഉൽപ്പത്തി 1:26. നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈബിളിലെ ആദ്യ അധ്യായവും ബൈബിളിലെ അവസാന അധ്യായം വായിച്ചാൽ ദൈവത്തിന്റെ പർപ്പസ് വെളിപ്പെടും.
മനുഷ്യനെ കുറിച്ച് ആദ്യ അധ്യായത്തിൽ പറയുന്നു, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ, അല്ലേ? ബൈബിളിലെ അവസാന അധ്യായത്തിൽ പറയുന്നു, അവർ എന്നേക്കും രാജാക്കന്മാർ. ബൈബിൾ പഠിക്കാൻ എത്ര എളുപ്പമായി? ഒന്നാം അധ്യായത്തിൽ പറയുന്നു അവർ ഭൂമിയെ വാഴട്ടെ. പിതാവ് പറയാ, ഒടുക്കത്തെ അധ്യായത്തിൽ പറയുന്നു അവർ എന്നേക്കും രാജാക്കന്മാർ. ഇടയിലെ അധ്യായങ്ങളിൽ അവരെ മരണം തോണ്ടിക്കൊണ്ടുപോകുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക, അവരെ മരണം തോണ്ടിക്കൊണ്ടുപോകുന്നു. ഉൽപ്പത്തി 1:26 വായിച്ചേ. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികൾ മേലും വാഴട്ടെ, അവർ ഭൂമിയെ വാഴട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചെന്തിനാ? അപ്പച്ചാ നമ്മളെ സൃഷ്ടിച്ചെന്തിനാ? ഫ്രീസറിലാണല്ലേ? ഓ മോളെ, നമ്മളെ സൃഷ്ടിച്ചെന്തിനാ? ഭൂമിയെ ആര് പറഞ്ഞു? അത്യുന്നതനായ ദൈവം പറഞ്ഞു. ഉണ്ടാക്കുന്നതിന് മുമ്പേ പറഞ്ഞു, എന്നെയും നിങ്ങളെ ഉണ്ടാക്കുന്ന ഭൂമിയെ വാഴാനാണെന്ന്. പക്ഷെ നമുക്ക് ഇത് വരാൻ പറ്റിയോ? നമ്മളോട് കൂടെ ഉണ്ടാക്കിയ 2 കൊളീഗ്സിന് പറ്റി. സൂര്യൻ, ചന്ദ്രൻ. സൂര്യനെ കുറിച്ച് പറയുന്നു, പകൽ വാഴാൻ സൂര്യൻ, രാത്രി വാഴാൻ ചന്ദ്രൻ. അവർ രണ്ടുപേരും മനോഹരമായി തങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ. ഭൂമിയെ വാഴാൻ മനുഷ്യൻ മാത്രം ദാരുണമായി പരാജയപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? അവനെ ഇന്ന് മരണം പിടികൂടി. ഒരെണ്ണവും ജീവിക്കാൻ അവൻ അനുവദിക്കുന്നില്ല. മരണത്തിന്റെ അധികാരിയെ പിശാച് അവനെ കൊണ്ട് പോവുക. എപ്പോ? ഇവിടെ പൈസ കൊയ്യണ നേരത്ത്, പണം വാരണ സമയത്ത് മരണം വന്ന് മതി, നിർത്തിക്കോ പോകാം, മരണം പിടിച്ചുകൊണ്ട് പോവുക. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ഫൈനൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് മരണത്തിന്റെ ഒടുക്കത്തെ ശത്രുവായ മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു നീക്കി കാൽവരിയിൽ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നും മരണം വ്യാപരിക്കുക. എന്താ തെളിവെന്ന് ചോദിച്ചാൽ, ഇന്നും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇനി മരണമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ കയറുക. ആ ലോകമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പുതിയ യെരൂശലേമിന്റെ കീഴിലുള്ള ദൈവരാജ്യത്തിന്റെ കീഴിലുള്ള ഭൂമി. അങ്ങോട്ടേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഇതാണ് ദൈവരാജ്യം. ദൈവം വാഴുന്നു, ദൈവം നമ്മളിലൂടെ വാഴുന്നു, ദൈവം മക്കളിലൂടെ വാഴുന്നു. ഈ ഒരു തലത്തിലേക്ക് വരണം. അതൊരു ഇന്നർ ഗവൺമെന്റ്, അകത്തുനിന്ന് പുറത്തേക്ക് നമ്മളിലൂടെ വെളിപ്പെടുകയാ. ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുകയാ. ഇതാ യേശു പറഞ്ഞത്, എന്നെ കാണുന്നവൻ എന്റെ അപ്പനെ കാണുന്നു. എന്റെ തലയാണ് എന്റെ അപ്പൻ. എന്റെ അപ്പനെ എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ദൈവപുത്രനായ യേശു എവിടെ കടന്നു ചെന്നു അവിടെയൊക്കെ ദൈവരാജ്യമാ. ഹല്ലേലൂയ. അതൊരു ഇന്നർ ഗവൺമെന്റാ. ഇവിടെയുള്ള ഗവൺമെന്റ് ഒക്കെ ഫിസിക്കൽ ഗവൺമെന്റ്, അത് പുറമേയുള്ള ഗവൺമെന്റ്, ശരീരത്തിന്റെ പുറത്താ ഗവൺമെന്റുകൾ. ഹല്ലേലൂയ. ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാ. ഇതാ യേശുവിനോട് ഒരു പരീക്ഷ വന്ന് ചോദിച്ചു, ദൈവരാജ്യം എങ്ങനെയാ വരുന്നതെന്ന് യേശു ചോദിച്ചപ്പോ, അത് കാണുന്ന ഗവൺമെന്റ് അല്ല, ശരീരത്തിന്റെ പുറത്തുള്ളതല്ല, അതിന്റെ ഉള്ളിലാ ദൈവരാജ്യം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. The kingdom of God is within you and among you. ഹല്ലേലൂയ. ഇത് നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയാൻ മനസ്സിലാക്കുക. ദൈവം നമ്മൾ വസിച്ച് നമ്മളിലൂടെ പ്രവർത്തിക്കും. ഇതാ യേശു പറഞ്ഞ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ദൈവം ചലിക്കണേ. ദൈവ ജീവജലത്തിന്റെ നദികൾ, പരിശുദ്ധാത്മാവിന്റെ നദികൾ ഒഴുകുക. അതാണ് ആ പ്രത്യേകത. എന്നിൽ വിശ്വസിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കുമെന്നല്ല, എന്നെ വിശ്വസിക്കുന്നവർ ഇതാ തലസ്ക്രാഫിടുമെന്നല്ല. ഇതൊക്കെ നല്ല കാര്യം കേട്ടോ. എന്നാൽ ഇവരെ തിരിച്ചറിയണമെങ്കിൽ എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ദൈവ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് ആരംഭിക്കുന്ന ജീവജല നദി ഒഴുകും. ഹല്ലേലൂയ. അല്ലാണ്ട് വേറെ കോഡുകളൊന്നും വേണ്ട. അവനൊന്ന് വാ തുറന്നാ മതി, അവളൊന്ന് വാ തുറന്നാ മതി, അറിയാം ആരാ ഇതെന്ന്. ഹല്ലേലൂയ. അവർ ഈ ലോകത്തിന്റെ പൊളിറ്റിക്സ് അല്ല പറയുന്നത്. അവർ പറയുന്നത് സ്പിരിച്വൽ പൊളിറ്റിക്സ്, ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാര്യമാ. അവരുടെ അപ്പനെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള കാര്യമാ. ദാവീദിനെ ഒരു ദുഷ്ടനായ മകൻ ഇതാ ആ കസേര പിടിച്ച് കാട്ടിലേക്ക് ഓടിച്ചു, സിംഹാസനം പിടിച്ച് കാട്ടിലേക്ക് ഓടിച്ചു, അല്ലെ? അവനെ കാട്ടിലിട്ട് തന്നെ ദൈവം കൈകാര്യം ചെയ്തു. ഒരു കഴുതയുടെ പുറത്ത് ഓടുമ്പോ അവന്റെ തലമുടി ഇതാ ഒരു കരുവേലകത്തിന്റെ ചുറ്റിയിട്ട് തൂങ്ങിക്കിടക്കുമ്പോ അവനെ അന്ന് ബാല്യക്കാരെല്ലാം കൂടി തല്ലിക്കൊന്നു. എന്നാൽ ആ സമയത്ത് ഇതാ കരയിൽ ഈ ദാവീദിന്റെ രാജ്യത്ത് ഒരു ചോദ്യമുണ്ട്, ആര് രാജാവിനെ മടക്കി കൊണ്ടുവരും? ആര് രാജാവിനെ കൊണ്ടുവരും? ഇതേപോലെ തന്നെ ഇവിടെ ഒരു ചോദ്യമാണ്, ആരല്ല ഇന്ന് തങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരും? ആരല്ല തങ്ങളുടെ ജീവിതത്തിലൂടെ യഹോവയെ ഭൂമിയിലേക്ക് കൊണ്ടുവരും? ഏശയ്യാ 40 ഇങ്ങനെ പറയുന്നു, യഹോവയ്ക്ക് വഴിയൊരുപ്പേ, യഹോവയ്ക്ക് വഴിയൊരുപ്പേ. എവിടെ? യഹോവ ആത്മാവാകുന്ന ദൈവം വരുന്നത് പ്ലെയിനിലൂടെയല്ല,
തീവണ്ടിയിലൂടെയല്ല, കാറിലൂടെയല്ല, ഹെലികോപ്റ്ററിലൂടെയല്ല. ദൈവം ആത്മാവായതുകൊണ്ട് ദൈവം ഇറങ്ങുന്നത് എന്റെയും നിങ്ങളുടെ ആത്മാവിലൂടെയാണ്, ഹൃദയത്തിലൂടെയാണ്, ശരീരത്തിലൂടെയാണ് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് വേണം മക്കളെ. നമ്മളെ കാണുന്നവർ നമ്മുടെ അപ്പനെ കാണണം. ആരെ പോലെ? ക്രിസ്തുവെ പോലെ. ഹല്ലേലൂയ. ദൈവം ജഡത്തിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിയണം. വചനം ജഡമായി, ആ ജഡത്തിലൂടെ ദൈവം ഈ ഭൂമിയിൽ വെളിപ്പെട്ടു. ഇതാ യേശു ധൈര്യത്തോടെ പറഞ്ഞ്, അപ്പൻ എന്റെ അകത്ത് വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. എന്നെ കാണുന്നവർ സ്വർഗത്തിലെ അദൃശ്യനായ അപ്പനെ എന്നിലൂടെ കാണുന്നു. ധൈര്യമുണ്ടോ മക്കളെ നിങ്ങൾക്കത് പറയാൻ? എനിക്ക് പറയാൻ പറ്റോ? എന്നെ കാണുന്നത് അദൃശ്യനായ സ്വർഗസ്ഥ പിതാവിനെ ക്രിസ്തുവിലുള്ള എന്നിലൂടെ ഭൂമിയിൽ കാണുന്നു. ആ അപ്പനെ ഭൂമിയിലേക്ക് ഇറക്കുകയാ ചെയ്യുന്നത്. ഞാനല്ല. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ അത് ദൈവം ഞങ്ങൾ മുഖാന്തരം സംസാരിക്കുകയാ. ഹല്ലേലൂയ. ഇതാ ദൈവമക്കൾ. എന്റെ പ്രിയ സഹോദരങ്ങളെ, തിരിച്ചറിയ നമ്മുടെ ഭാവി ഇതാ. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ദൈവത്തിന്റെ ഗവൺമെന്റ് ഭൂമിയെ സമീപിച്ചിരിക്കുന്നു. ഇതാ യേശു പറഞ്ഞ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മക്കളെ, നിങ്ങൾ മാനസാന്തരപ്പെടുക. അപ്പം വരാൻ പോകുന്നു. യഹോവ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ വന്നത് എന്തിനാ? ഞാൻ വന്നത് ഇതിനെല്ലാം ഒരുക്കിയിട്ട്, എല്ലാ ശുദ്ധീകരണം കാണിച്ചിട്ട്, എല്ലാ മനുഷ്യരെ ശുദ്ധീകരിച്ചിട്ട്, ഇവരെ എന്നിൽ ഒരുക്കിയെടുത്തിട്ട് ഇവരെ അപ്പനെ ഏൽപ്പിക്കണം. അതിനെ എന്നെ അയച്ചേ. ഇതാണ് ഇന്നലെ നമ്മൾ കേട്ടില്ലേ, വെളിപ്പാട് പുസ്തകം 5:9-10. എന്താ യേശു ചെയ്തേ? അവിടെ എഴുതിയിരിക്കുന്നു, യേശു ഒരു പർച്ചേസ് ഓഫീസർ ഇവിടെ കടന്നു വന്നു, നമ്മളെ വിലയ്ക്ക് വാങ്ങി. നിങ്ങൾക്കറിയാമോ, ഞാൻ ബിസിനസ് നടത്തുന്ന ആളാ. ധാരാളം LPOs വരും, ലോക്കൽ പർച്ചേസ് ഓർഡർ. എന്താണെന്നറിയാമോ? സാധനം മേടിക്കാൻ വേണ്ടി ഓരോ കമ്പനികൾ അയക്കുന്നതാ. ഇതേപോലെ പർച്ചേസർ ഓഫീസേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് പിതാവ് അയച്ചിട്ട് വന്നു. യേശു പറയാണ്, ഞാൻ സ്വയമേ വന്നതല്ല, പിതാവിനെ അയച്ചതാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. എന്തിനാ അയച്ചെന്നറിയാമോ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകണം. നിങ്ങൾക്ക് ജീവൻ തന്ന് കൊണ്ടുപോകാൻ വന്നതാ. ഹല്ലേലൂയ. കൊണ്ടുപോകാൻ വന്നതാ, ജീവൻ തന്ന് കൊണ്ടുപോകാൻ വന്നതാ. വായിച്ച് വെളിപ്പാട് 5:9-10. എന്നെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിൽ ബൈബിളിലെ വചനം വിശ്വസിച്ചോളണം. വായിക്കേ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. നിന്റെ രക്തം കൊണ്ട് ആർക്കായി വിലയ്ക്ക് വാങ്ങി? നിങ്ങൾ വല്ലതും കേട്ടോ? രക്തം കൊണ്ട് നമ്മൾ സാധാരണ വിലയ്ക്ക് വാങ്ങുന്നത് കറൻസി, റുപ്പി, റുപ്പി കൊണ്ടാ അല്ലേ? ഗ്ലോറി, റുപ്പി കൊണ്ടാ ഇല്ല? ഇന്ത്യയിൽ റുപ്പി കൊണ്ടല്ലേ വിലയ്ക്ക് വാങ്ങണേ? യേശുക്രിസ്തു വിലയ്ക്ക് വാങ്ങി റുപ്പി കൊണ്ടല്ല, തന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. ആരെ വിലയ്ക്ക് വാങ്ങി? നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആർക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി? പറ. ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പൊ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിനെ ദൈവത്തിന് തിരിച്ചുകൊണ്ട് കൊടുക്കണ്ടേ? പക്ഷെ ഈ രീതിയിൽ കൊണ്ട് കൊടുത്താൽ എടുക്കുവോ? ഇത് മൊത്തം അഴുകായി കിടക്കുവോ? ഇവൻ എന്ത് ചെയ്യണം? നമ്മളെ ശുദ്ധീകരിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി, തന്റെ ആത്മാവിന്റെ വിശുദ്ധീകരണം ബൈബിൾ പറയും. ഇതിനെ റെഡിയാക്കിയിട്ട് ഇവരൊക്കെ മനുഷ്യരാജ്യങ്ങളാ. ഈ മനുഷ്യരാജ്യങ്ങളെയൊക്കെ മാറ്റി ദൈവരാജ്യമാക്കി മാറ്റണം. എന്നിട്ട് ഈ രാജ്യം അപ്പന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഇതാണ് 1 കൊരിന്ത്യർ 15:24 പറയുന്നത്. അങ്ങനെ ഒടുക്കം ക്രിസ്തു രാജ്യം പിതാവിനെ ഏൽപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ സംഭവം നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ഇതാ യഹോവ സർവ്വഭൂമിക്കും അന്ന് രാജാവായിരിക്കും. ഈ ഒരു സംഭവം തിരിച്ചറിഞ്ഞിട്ട് ഈ ഒരു പുതിയ യെരൂശലേമിൽ പ്രവേശിക്കാനുള്ള യോഗ്യതയാണ് നമ്മൾ നേടേണ്ടത്. നമ്മുടെ ഭാവി എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ രാജാക്കന്മാരായിരിക്കും. യേശുവിനോട് ചേർന്ന് ഭൂമി വാഴുന്ന രാജാക്കന്മാര് ആയിരിക്കും. ഇന്ന് നമ്മളെ വാഴുന്നത് മരണമാണ്. മരണം വാഴുന്നത് കൊണ്ടാണ് നമ്മൾ കണ്ടത് ഈജിപ്ഷ്യൻ രാജാക്കന്മാർ, ഫറവോ, ലോക സമ്രാട്ട്, അവരായിരുന്നു ആദ്യം. അവരുടെ രാജാക്കന്മാരെല്ലാം മരണം കൊണ്ടുപോയി. എല്ലാം ഈ ഭൂമിയിൽ വരുന്ന എല്ലാവരെയും മരണം കൊണ്ടുപോവുകയാണ്. എന്നാൽ ഒടുക്കത്തെ ശത്രുവെ അവനെ നീക്കണം. അതിന് നമ്മൾ യേശുവിനോട് കൂടെ നിൽക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഇതാ ഫിലിപ്പിയ ലേഖനം അതിന്റെ 2:21 ദൈവദാസന്മാരെ കുറിച്ചും ദൈവമക്കളെ കുറിച്ചും പറയാ. എല്ലാവരും ഈ വീണ്ടും ജനിച്ചിട്ട് സ്വന്തം കാര്യം നോക്കി നടക്കുക. ക്രിസ്തുവിന്റെ കാര്യമല്ല നോക്കണേ. ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ് സ്വന്തം കാര്യം നോക്കി നടക്കുക. ആ പേരിൽ നമ്മൾ ഉണ്ടാകരുത്. പകരം നമ്മൾ ആത്മാർത്ഥമായിട്ട് ക്രിസ്തുവെ പോലെ ദൈവകാര്യങ്ങൾ നോക്കുന്നവരായിരിക്കണം. എടുത്തൊന്ന് വായിച്ചേ. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. ദൈവദാസന്മാരെ കുറിച്ചും ദൈവമക്കളെ കുറിച്ചും ദൈവത്തിന്റെ വചനം പറയാ. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ലെന്ന്. യേശുവിന്റെ പേരിൽ നിൽക്കുന്നതേ ഉള്ളൂ. യേശുവിന്റെ കാര്യമൊന്നുമല്ല. എങ്ങനെയെങ്കിലും പൈസ ഉയർന്നതിനെ കുറിച്ച് ധാരാളം പേര് ചിന്തിച്ചുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞേ, പാവപ്പെട്ടാനെന്നോ പണക്കാരനെന്നോ പാതിരിയെന്നോ പാസ്റ്ററെന്നോ നോട്ടമൊന്നുമില്ല. മരണം നമ്മളെല്ലാം കൊണ്ടുപോകും. അപ്പൊ അതിനു മുമ്പ് ഈ ജീവിതം നമ്മൾ മാക്സിമം ക്രിസ്തു നമ്മളെ ജീവിക്കാനും നമ്മളിലൂടെ ജീവിക്കാനും ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ.
എൻ്റെ മക്കളെ, നമ്മൾ സ്വർഗരാജ്യത്തിൽ ഡിനോമിനേഷനോ തലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇന്ന് പറയുന്ന ഈ ഇവിടുത്തെ ഗ്രൂപ്പുകളൊന്നുമില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ദൈവമക്കളായി ജയം പ്രാപിച്ച വ്യക്തിത്വങ്ങൾ മാത്രമേ യേശുക്രിസ്തുവിൽ സ്വർഗീയ പിതാവിൻ്റെ അടുത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉള്ളതിലൊന്നും അഹങ്കരിക്കാതെ നമ്മൾ ക്രിസ്തുവിൽ വളരുമ്പോൾ നമ്മുടെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ, ദൈവമക്കളാസന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചേ, ഈ ക്രിസ്തുവിൽ നാം വളരുമ്പോൾ തലയായി നമ്മളെല്ലാം അവയവങ്ങളായി മാറും. ഇതാണ് പ്രത്യേകത. ഈ ലോകത്തിൽ അങ്ങനെയല്ല. ഈ ലോകത്തിൽ നമ്മൾ വളർന്നാൽ നമ്മൾ അവയവങ്ങളായി നമ്മൾ തലയായി മാറും. ശ്രദ്ധിച്ചു കേട്ടോളണം. ഈ ലോകത്തിൽ നമ്മൾ വളർന്നാൽ അവയവങ്ങളായി നമ്മൾ തലയായി മാറും. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഒരു സ്ഥാപനം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചർച്ച ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലേക്ക്, എനിക്ക് ദൈവം സ്ഥാപനം തന്നിട്ടുണ്ട്, ഗൾഫിൽ സ്ഥാപനം തന്നിട്ടുണ്ട്, സ്ഥാപനങ്ങൾ തന്നിട്ടുണ്ട്. ആ സ്ഥാപനത്തിലേക്ക് ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്ന്, ഒന്നും അറിയാൻ പാടില്ല, ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യനെ ഏതെങ്കിലും പ്രയറിന് ചെല്ലുമ്പോൾ ഒരു അമ്മ പറയും, ഞങ്ങൾക്ക് ഒരു വശമില്ല കേട്ടോ, എൻ്റെ മോനെ എന്ന് കൊണ്ടുപോകുമോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് അവരെ അങ്ങ് കൊണ്ടുപോകും. അവരെ അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ വരുമ്പോൾ ആദ്യം പറഞ്ഞത്, അവർ ഭയങ്കര അവയവങ്ങളായിരിക്കും. എമ്മാനെ സാറേ അതെന്താ ഞാൻ സാറേ ചെയ്യണ്ടേ? അവരുടെ നടുവ് നേരെ നിൽക്കത്തില്ല, ഇങ്ങനെ ആയിരിക്കും നിൽക്കുള്ളപ്പോൾ. സാറേ എന്താ ഇനി ചെയ്യണ്ടേ? എന്താ അവയവങ്ങളാണേ, അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ ജീവിച്ച് കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മുടെ അവിടുത്തെ സീനിയർ ടെക്നീഷ്യൻസ് പലതും പറഞ്ഞു കൊടുക്കും, ഞാനും പലതും പറഞ്ഞു കൊടുക്കും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവരുടെ നടുവ് പയ്യങ്ങനെ വരും. പഠിച്ചങ്ങ് കഴിയുമ്പോൾ അവയവം മാറി ഇപ്പം അവയവം തലയാകാൻ തുടങ്ങി. അപ്പോൾ സാറിൻ്റെ ഒപ്പത്തിനൊപ്പമൊക്കെ ആയി കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പറയും, അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോവുക, സാറേ പെട്ടെന്ന് വരും തോന്നലില്ല, ഒന്ന് ക്യാൻസൽ ചെയ്തേര്. അപ്പൊ സാറ് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. 2 ദിവസം കഴിഞ്ഞപ്പോൾ മുമ്പിൽ വേറൊരു സ്ഥാപനം, അവനും തലയായി. ഇതേ രീതിയിൽ വേറൊരു സ്ഥാപനം. ഈ ആദ്യത്തെ തലയുടെ കസ്റ്റമറെയും കൊണ്ട് അവൻ പോയി. അതിനു മുമ്പ് സകല പരിപാടി ഒപ്പിച്ചു. മനസ്സിലായ? ഹല്ലേലൂയ. ഈ പാസ്റ്റർമാരുടെ നിരന്തരം കംപ്ലൈന്റ് ആണ് ദുബായിൽ വരുന്നവരുടെ. ദുബായിൽ വന്നു, ഏതെങ്കിലും പാസ്റ്ററെ ചർച്ച ചെയ്യിപ്പിച്ചിട്ട് പോയി. അവിടെ ചെന്ന് 2-3 മാസം കൊണ്ട് അവിടെയൊക്കെ സുവിശേഷമൊക്കെ അറിയിച്ച് കുറെ പൈസയൊക്കെ കിട്ടി തിരിച്ചു വന്ന് നോക്കിയപ്പോ ആരെയാണോ ഏൽപ്പിച്ചു കൊടുത്തത്, തന്റെ ജൂനിയറെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാ പോയ, പുള്ളി ചർച്ചും കൊണ്ടുപോയി. അങ്ങനെ അവയവൻ തലയായി. കണ്ട, ഈ ഭൂമിയിൽ അങ്ങനെയാ. ഇത് ആരുടെ മെത്തേഡാന്നറിയോ മക്കളെ? ലൂസിഫർ മെത്തേഡാ. ലൂസിഫർ എന്ന് പറയുന്ന ഇന്നത്തെ പിശാചുണ്ടല്ലോ, പണ്ട് നിഷ്കളങ്കനായ ഒരു ദൂതനായിരുന്നു. പാവം ശരീരം, അവയവം, ദൈവത്തോട് കൂടെ നടന്നു. ജ്ഞാനസമ്പൂർണനായ, സൗന്ദര്യ സമ്പൂർണനായ ദൈവത്തോട് കൂടെ നടന്നിട്ട് ഈ വ്യക്തി ജ്ഞാനിയായി, ഈ വ്യക്തി സൗന്ദര്യപൂർണനായി. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ ജ്ഞാനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും നിറവ് നിമിത്തം നിന്റെ അഹംഭാവം നിന്റെ അകത്ത് നിറഞ്ഞു. അതായത് നീ അവയവമായ നീ ഇപ്പൊ ഒരു തലയായി. ഉടനെ നീ ഹൃദയത്തിൽ പറയാൻ തുടങ്ങി, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്ന്. കണ്ടോ തലയാകണ കണ്ടോ? ഇതാണ് ഈ ലോകം മക്കളെ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ നേച്ചറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിനായ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സർവപ്രപഞ്ചത്തിന്റെയും രാജാവായി സ്വർഗസ്ഥ പിതാവിനാൽ ഓടയം ചെയ്യപ്പെട്ടവൻ പറയുകയാണ്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇതാണ് ആ മെത്തേഡ്. ക്രിസ്തുവിന് പിതാവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ക്രിസ്തുവിനെ പിരിഞ്ഞും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ തിരിച്ചറിവാണ്. ഇതാണ് യോഹന്നാൻ 15 ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. യോഹന്നാൻ 5:19-30 യേശു പറയാണ്, പിതാവിനെ പിരിഞ്ഞ് എനിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ തല ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണോ എന്ന് ദൈവത്തിന്റെ വചനം 1 Corinthians 11:3 പറയുമ്പോ, ദൈവത്തിന്റെ വചനം 1 Corinthians 3:23 പറയുന്നു, നാം ക്രിസ്തുവിനുള്ളത്, ക്രിസ്തു ദൈവത്തിനുള്ളത്. ഇതാണ് ദൈവരാജ്യത്തിന്റെ സ്ട്രക്ചർ. ഹല്ലേലൂയ. ഇത് 3 ടയർ കിങ്ഡവും ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. 3 ടയർ കിങ്ഡം. യേശുക്രിസ്തു പറയാണ്, പിതാവ് എനിക്ക് രാജ്യം വിഭാഗിച്ചു തന്നതുപോലെ. അപ്പൊ എനിക്ക് രാജ്യം തന്നതാരാ? എന്റെ അപ്പനാ. ഞാൻ നിങ്ങൾക്ക് രാജ്യം വിഭാഗിച്ചു തരും. ഇതാണ് 3 ടയർ ഉണ്ട്. ദൈവരാജ്യത്തിന് 3 ടയർ ഉണ്ട്. നിങ്ങളൊരു ട്രെയിനിൽ കയറിയ, ഇവിടുത്തെ ട്രെയിനിൽ എത്ര ടയർ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2 ടയറോ 3 ടയറോ 3 ടയർ 3 ലെവൽ ഉള്ളതുപോലെ ദൈവരാജ്യത്തിന് 3 ലെവലുകളുണ്ട്. അത് 3 പരമാവിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന പുളിപ്പോട് സദൃശ്യമാണ്. ഇതെല്ലാവർക്കും മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാ കർത്താവ് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. ഉപമകൾ കൊടുത്ത്. ഹല്ലേലൂയ. ദൈവം അനുവദിക്കുന്ന ആൾ ഒരു ദിവസം കൂടി ഉണ്ട്. കിട്ടാവുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്ക് പറയാനേ പറ്റൂ. ഇത് തിരിച്ചറിയണമെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാൻ വരം കിട്ടണം, അല്ലാതെ തിരിച്ചറിയാനും പറ്റത്തില്ല. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, എനിക്ക് എല്ലാവരും അറിയണമെന്ന് ആഗ്രഹം. എന്നാൽ യേശു കർത്താവ് അങ്ങനെയല്ല പറഞ്ഞേ. ഇതവർ കണ്ണുകൊണ്ട് കണ്ടിട്ട്, ചെവി കൊണ്ട് കേട്ടിട്ട്, ഹൃദയം കൊണ്ട് തിരിയാതിരിക്കേണ്ടതിന് ഞാൻ ഉപമകളായവരോട് സംസാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഇത് നൽകപ്പെട്ടിരിക്കുന്നു, അവർക്കോ അത് കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്ക് ലഭിക്കാൻ ദൈവം
ദൈവം നിങ്ങളെ കൊണ്ടുവന്നു. ഇത് മനസ്സിലാക്കി പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ഭൂമിയുടെ രാജാക്കന്മാരെ ഇവിടെ ഇരിക്കണേ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ഇതിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ നമ്മൾ ഭൂമിയിൽ നിന്ന് സ്വർഗീയ യെരൂശലേമിലേക്ക് യോഗ്യത പ്രാപിച്ചെങ്കിൽ മാത്രമേ ഭൂമിയിലെ രാജാക്കന്മാരായി എന്നേക്കും വാഴുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ കഴിയത്തില്ല. ആദ്യ യോഗ്യത പ്രാപിക്കണം. ആരായിട്ടാണെന്നറിയാമോ? ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. ഷെയ്ഖ് മുഹമ്മദ്, ഞാൻ ഈ UAE ആയതുകൊണ്ടാട്ടോ എപ്പോഴും അവിടുത്തെ കാര്യങ്ങൾ പറയണേ. ഷെയ്ഖ് മുഹമ്മദ് ആണ് ദുബായിയുടെ ഇപ്പോഴത്തെ രാജാവ്. എന്താണ് കാര്യം? എത്ര വോട്ട് കിട്ടിയിട്ട് ജയിച്ചിട്ടാണ് പുള്ളിക്കാരൻ രാജാവായത്? നിങ്ങളെ പറഞ്ഞായിരുന്നു. പിന്നെ എന്താ? വോട്ട് കിട്ടിയില്ല. പിന്നെ എന്താ കാര്യം? പിതാവ് രാജാവായതുകൊണ്ട്, അതായത് വേറെ രീതി പറഞ്ഞാൽ താൻ ആ രാജാവിന്റെ മകനായി ജനിച്ചതുകൊണ്ട് താൻ രാജാവായി. വോട്ടൊന്നും വേണ്ട. കിങ്ഡത്തിന് വോട്ട് വേണ്ട. ജനാധിപത്യത്തിലാ വോട്ട് ചെയ്ത് ജനം വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കണേ. കിങ്ഡത്തിൽ അങ്ങനെയല്ല. കിങ്ഡത്തിൽ രാജാവാണ് പ്രജകളെ തെരഞ്ഞെടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കിങ്ഡത്തിന്റെ പ്രത്യേകത അങ്ങനെയാ. രാജാവാ തെരഞ്ഞെടുക്കുക. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ കിങ്ഡത്തിൽ ഭരണാധികാരിയായ രാജാവാണ് ജനങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഈ ഒരു സംഭവം തിരിച്ചറിയണം. ഇവിടെ രാജാവാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മനുഷ്യരെ പ്രസാദിപ്പിക്കലല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവപ്രസാദം ലഭ്യമാകുമാറ് നാം നടക്കണം. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. വെളിപ്പാട് 22:5 അവർ എന്നേക്ക് രാജാക്കന്മാർ എന്ന് പറയുമ്പോൾ 21:7 പറയുന്നു അതിന്റെ യോഗ്യത. ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. അതെന്താണ്? ഹലോ, എന്താണ്? അറിയാമെങ്കിൽ ആകെ പറഞ്ഞു. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമാകും. ആര്? ജയിക്കുന്നവൻ. അല്ല, നമ്മൾ ചിന്തിച്ചതുപോലെയൊന്നുമല്ല. യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ നമ്മൾ വിചാരിച്ചു നമ്മളങ്ങ് മകനായി കഴിഞ്ഞ് ഫിനിഷായിരുന്നു. ഇല്ലില്ല. ദൈവവചനം പറയുന്നു മകനാകാൻ അധികാരമേ നൽകിയിട്ടുള്ളൂ. അധികാരമേ നൽകിയിട്ടുള്ളൂ. ദൈവദാസനെ പ്രത്യേകം ശ്രദ്ധിക്കുക. അധികാരമേ കിട്ടിയുള്ളൂ. ജയിച്ചാലാണ് അതിന്റെ പൂർണ്ണതയിലെത്തുള്ളൂ, മകനാകുള്ളൂ. തെളിവ് യോഹന്നാൻ 1:12 വായിക്കേ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യ മക്കൾക്ക് ദൈവ മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. അധികാരമേ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് ഉറപ്പിച്ചു വായിച്ചേ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. കണ്ടോ? അധികാരമേ കിട്ടിയിട്ടുള്ളൂ. ആർക്ക്? മനുഷ്യ മക്കളായ നമുക്ക്. ഈ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ ജഡത്താൽ ജനിച്ച സ്ത്രീയിൽ ജനിച്ചതാ. അവര് ദൈവത്താൽ ജനിച്ചവരായി അവർ ജയം പ്രാപിക്കാൻ അധികാരം കിട്ടി. എന്റെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ വിശ്വസിക്കുക. അധികാരമേ കിട്ടിയിട്ടുള്ളൂ. ജയിച്ചാലേ ദൈവത്തിന് മക്കളാകുള്ളൂ. അധികാരം കിട്ടിയ ഇന്നലെ നമ്മൾ കേട്ടു, നിങ്ങളുടെ മോക്ക് അല്ലെങ്കിൽ മോന് MBBS പഠിക്കാൻ എൻട്രൻസ് എഴുതി, നിങ്ങൾക്ക് അതൊക്കെ ഒരു അവസരം കിട്ടി. അവസരം കിട്ടിയതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കയറി. നിങ്ങളുടെ മകൾ ഡോക്ടറായോ? ഇല്ല, അവസരമേ കിട്ടിയിട്ടുള്ളൂ. ആ അവസരം ആ തക്കത്തിൽ ഉപയോഗിക്കണം. ഗവൺമെന്റ് കൊടുത്ത സിലബസ് പഠിച്ച് ജയിക്കണം. ജയിച്ചാലേ ഇത് അവകാശമാക്കുള്ളൂ. നമ്മുടെ സിലബസ് ആണ് യേശു പ്രസംഗിച്ച സുവിശേഷം. മനസ്സിലായോ? അതാണെന്ന് സാത്താൻ മുക്കിയത്. അതാണ് സാത്താൻ മുക്കിയത്. യേശു പ്രസംഗിച്ച സുവിശേഷമാണ് സിലബസ്. ഇതുകൊണ്ടാണ് മത്തായി 24:14 പറയുന്നത് ഈ സിലബസ് എല്ലാവരും അറിയിച്ചു കഴിഞ്ഞാൽ യുഗം തീരും. മത്തായി 24:14 എന്നാ പറയണേ? രാജത്വത്തിന്റെ ഈ സുവിശേഷം സർവ്വ സൃഷ്ടികൾക്കും സർവ്വ രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി, ഞാൻ അറിഞ്ഞില്ല പിടിച്ചില്ല നീ പറയരുത്, എല്ലായിടത്തും പ്രഖ്യാപിക്കപ്പെടും. അതോടെ അവസാനം. അതുകൊണ്ട് എന്റെ പ്രിയ മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ശ്രദ്ധിച്ച് അവിടെ ഇവിടെ നോക്കി ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇതിനു വേണ്ടി നമുക്കൊരു അല്പസമയമേ ഉള്ളൂ. ഇതാണ് സിലബസ്. സിലബസ് എല്ലാവർക്കും കൊടുക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്. ഒന്ന് വായിച്ചേ 22:14. രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. എന്റെ പൊന്നു മക്കളെ നോക്കിയേ, ശ്രദ്ധിക്കാതിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇത് എടുത്തിട്ട് തന്നെ കേട്ടാ. കുറച്ച് നാൾക്കുള്ളിൽ എന്റെ മോളെ നീ പുഴുവിന് പലഹാരമായി മാറും. അതിനു മുമ്പ് പിശാചിന്റെ പദ്ധതിയെ തകർത്തെറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ പ്രവേശിച്ചോളണം. എന്റെയും നിങ്ങളുടെയും ജീവചക്രമായി കാണുന്നത് കണ്ട. ജീവചക്രം നോക്കിയേ, ഒരു മനുഷ്യന്റെ ജീവചക്രമാണ് കാണുന്നത്. ശ്രദ്ധിച്ച് കാണുക. പുറകിലിരിക്കുന്നവര് കുറച്ച് മുമ്പോട്ട് നടന്നു വന്നാൽ നിങ്ങൾക്ക് കാണാം. ശ്രദ്ധിച്ചേ, ഇതാ ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചൂടെ. നമ്മുടെ ജനനമില്ലേ, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയത്തില്ലേ. ഇതൊരു കൊച്ചു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് ജനിച്ചിട്ട് ഇതാ ആ കുഞ്ഞ് വളരുകയാ. കൈയാണോ വളരുന്നേ കാലാണോ വളരുന്നേ എന്നുള്ളത് കാത്തിരിക്കും അല്ലേ. കൊച്ചു ചരിഞ്ഞാൽ ഉടനെ വാർത്ത, കൊച്ചു കമന്ന് വീണാൽ ഒരു വാർത്ത, ഉടനെ ഫോൺ എടുക്കും. ചാച്ച നമ്മുടെ കൊച്ചു കമന്ന് വീണു. ചാച്ചനും വലിയ സന്തോഷം. ചാച്ചൻ വരുമ്പോൾ ചോക്ലേറ്റും കൊണ്ടുവരും. കാരണം നമ്മുടെ കൊച്ചു കമന്ന് വീണു. കുഞ്ഞു വളരുമ്പോൾ വലിയ സന്തോഷമാണ്.
ഇതാ പിന്നെ കൊച്ചു എഴുന്നേറ്റു, വീണു, എഴുന്നേറ്റു, ഒരു സ്റ്റെപ്പ് നടന്നു, വീണു, വീണ്ടും എഴുന്നേറ്റു, 2 സ്റ്റെപ്പ് വെച്ചു, വീണു, വീണ്ടും എഴുന്നേറ്റു, നടക്കാൻ തുടങ്ങി. കണ്ടോ സന്തോഷം, കൊച്ചു വളരണം. കണ്ടോ, ഇതുപോലെ നമ്മൾ വളർന്നേക്കണേ. തുടർന്ന് ഇതാ പണ്ടത്തെ കാലത്ത് നഴ്സറിയിൽ, ഇപ്പോഴത്തെ കാലത്ത് LKG UKG വിട്ടു. അതിനുശേഷം 1ാം ക്ലാസ്സിൽ മുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചു, കുറച്ചൊക്കെ കുസൃത്തരമൊക്കെ കയ്യിലായി. ഇതാ സ്കൂളിലൊക്കെ പോയി, ഇതാ ജയിച്ചു, 10ാം ക്ലാസ് ഒക്കെ ആയി. ആള് 12ാം ക്ലാസ് കഴിഞ്ഞ് ജയിച്ചു. ഇനി ശ്രദ്ധിക്കുക, അടുത്തത് ഇതാ ഏതോ ഡിഗ്രി എന്തൊക്കെ കഴിഞ്ഞു, ഇതാ BTechോ MBBS എന്തൊക്കെ കഴിഞ്ഞു, IELTS ഒക്കെ പാസ്സായി, റെഡിയായി. ഇത് കയ്യിൽ റെക്കോർഡ് ബുക്കൊക്കെ ആയിട്ട് നിൽക്കണം. കണ്ടോ, ഹല്ലേലൂയ. ഇനി അടുത്തത് ഇതാ ഒരു യുവാവായി, യുവതിയായി. ഈ സമയമാണ് എല്ലാവർക്കും വേണ്ടത്. യുവാവായി, യുവതിയായി, എല്ലാവർക്കും വേണം. വീട്ടുകാർക്ക് വേണം, നാട്ടുകാർക്ക് വേണം, പാസ്റ്റർക്ക് വേണം. കാരണം ഇവരെ കൊണ്ടല്ല എന്തെങ്കിലും പണിയെടുപ്പിക്കാൻ പറ്റൂ. അഡ്വർടൈസ്മെന്റുകാർക്ക് വേണം, പാട്ടുകാർക്ക് വേണം, സകലർക്ക് ഇവരെ വേണം. കാരണം ഇവരാണ് ഇപ്പൊ കറവ പശു. ഹല്ലേലൂയ. വീട്ടില് തറാവ കോഴിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാല് ഇവർക്കായിരിക്കും. കാരണം അപ്പം പറയും, എടി അവന് കൊടുത്തോ അല്ലെങ്കിൽ അവക്ക് കൊടുത്തോ. കാരണം പുള്ളിയാണ് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ആദായം കൊണ്ടുവരുന്നത്. മനസ്സിലായോ? വലിയ താല്പര്യമായിരിക്കും. എന്നാൽ അധികം താമസിയാതെ ഇതാ ഒരു വിവാഹം കഴിഞ്ഞു. പിന്നെ ആളുകൾ പറയും, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ, ഒരു കല്യാണം കഴിക്കണ്ടേ. മനസ്സിലായോ? ആ കല്യാണം കഴിച്ച് ആളുടെ ലെവൽ ഇതിലേക്ക് എത്തി. മരണം പിടികൂടുക കേട്ടോ, മരണം പിടികൂടുക. അങ്ങനെ ഈ ലെവലിലേക്ക് എത്തി കഴിയുമ്പോൾ ഇതാ കുട്ടികളൊക്കെ ആയി. പിന്നെ കുടുംബത്തിന്റെ ഭാരമായി. ആ ഭാരം നടക്കാൻ വേണ്ടി ഓടുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ കുട്ടികൾക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമായി. അപ്പോൾ ആള് വീണ്ടും പൊതിഞ്ഞു. ഇതാ വെള്ള ബനിയനിൽ പൊതിഞ്ഞത് കണ്ടാ. മരണം വീണ്ടും പിടികൂടുക. ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, ആ ഒരു ലെവലിലേക്ക് മാറി. ഇതാ ഇപ്പൊ എല്ലായിടത്തും ഓടി നടന്ന ആൾ പയ്യെ ലിമിറ്റഡ് ആകാൻ തുടങ്ങി. ഇപ്പൊ പണ്ടത്തെ പോലെ മുട്ടൊന്നും വളയണില്ല. ശരിയാണോ? പണ്ടത്തെ പോലെ കണ്ണൊന്നും കാണണില്ല. കണ്ണാടിയൊക്കെ വെക്കാൻ തുടങ്ങി. ഇപ്പൊ പണ്ടത്തെ പോലെ മുടിയൊന്നും കറുത്തതല്ല. ഇപ്പോ ആ മുടിയൊക്കെ വെളുക്കാൻ തുടങ്ങി. പഴയെങ്ങും പോകാൻ തുടങ്ങിയില്ല, എങ്ങും പോകാൻ പറ്റുന്നില്ല. അപ്പോ ഇവിടെ ലിമിറ്റഡ് ആകുകയാണ്. മരണം നമ്മളെ ലിമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാ നേരത്തെ ഇന്റർനാഷണൽ ഓടി നടന്ന ആളാ ഇപ്പൊ ജംഗ്ഷൻ വരെയൊക്കെ കഷ്ടി ഒന്ന് പോകും. അപ്പൊ പിന്നെ കുറച്ച് നാൾ ജംഗ്ഷനും കാണാതായി. അപ്പൊ ആളോട് ചോദിച്ചു, പപ്പ എന്ത് ചെയ്യേ, ഇപ്പൊ കാണാനില്ലല്ലോ. ഇപ്പൊ പപ്പ വീട് ലിമിറ്റഡാ. ഇപ്പൊ വീടിന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അപ്പ നടക്കാൻ വയ്യ. കുറച്ചാൾ കഴിഞ്ഞപ്പോ വീടിന്റെ മുറ്റത്തും ഇറങ്ങാൻ വയ്യ. കാരണം സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യ. വീടിന്റെ അകത്തായി. അപ്പോ വീണ്ടും ലിമിറ്റഡ് ആയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അധികം നടക്കാൻ വയ്യ. മുറി ലിമിറ്റഡ് ആയി. കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞതുപോലെ മുറി ലിമിറ്റഡ് ആയി. ആള് ലിമിറ്റ് ആയിക്കൊണ്ടിരിക്കുക. വീണ്ടും കുറച്ചാണ് താഴേക്ക് പോകണുണ്ട. കണ്ട, ആള് ലിമിറ്റായി. മരണം പിടിക്കുന്ന പിടുത്തം കണ്ട, ലിമിറ്റായി. ഇനിയും കുറച്ചാൾ കഴിഞ്ഞപ്പോ എഴുന്നേക്കാൻ വയ്യ. കിടക്ക ലിമിറ്റഡ്. അതേടി കഴിഞ്ഞപ്പോ ഇതാ ശരീരത്തിലെ മാംസമല്ല, മജ്ജെല്ലാം അസ്ഥിയോടങ്ങ് ഒട്ടി. ആള് വലിയ ശരീരമാടനായിരുന്നു. ഇപ്പൊ അങ്ങ് ചെറുതായി. ഇപ്പൊ കനമൊക്കെ അങ്ങ് തീരെ കുറഞ്ഞു. അങ്ങനെ ആയിരിക്കുന്ന ആ ഒരു അന്തരീക്ഷം കഴിഞ്ഞപ്പോ ആളും മരിച്ചു. അതോടുകൂടെ കിടക്ക ലിമിറ്റഡ് സെമിത്തേരി ലിമിറ്റഡായി. ആള് തീർന്നു. ഇത് കണ്ടോ, ഈ മാംസമൊക്കെ ഉണ്ടല്ലോ, അത് നോക്കി കിടക്കണുണ്ടോ, കിടപ്പ് ഉണ്ടോ, അസ്ഥികൂടം. കുറച്ച് സമയത്തിനുള്ളിൽ പുഴുക്കൾക്ക് പലഹാരമായി മാറി. അപ്പൊ ഇത്രയും നാൾ എന്ത് ചെയ്യുമായിരുന്നു? നല്ല ഒന്നാം തരം കുക്കായിട്ട് പുഴുവിന് പലഹാരം ഉണ്ടാക്കുമായിരുന്നു. മനസ്സിലായോ? പുഴുവിന് പലഹാരം ഉണ്ടാക്കുമായിരുന്നു. ഹല്ലേലൂയ. ഈ യാത്രയിൽ മോളെ നീ പലതും നേടിയില്ലേ? അതൊക്കെ എന്ത് ചെയ്യും? ഇതാ ദൈവം ചോദിക്കുന്നേ. ഞാൻ എന്റെ കളപ്പുരകളെ പുതുക്കി വലുതു പണിയെന്ന് പറഞ്ഞപ്പോ മൂടാ, ഈ രാത്രിയിൽ ഞാൻ നിന്റെ ജീവനെ ചോദിച്ചാൽ നീ എന്ത് ചെയ്യും? നീ കൂട്ടിവെച്ചതൊക്കെ ആർക്കാകും? ഹല്ലേലൂയ. മരണം കൊണ്ടുപോവുക. മക്കളെ, ഇതാണ് പിൻപിലുള്ള ജീവിതം. നിനക്ക് ഇത് മതിയെങ്കിൽ നീ ശ്രദ്ധിക്കേണ്ട. നീ എവിടെയെങ്കിലും നോക്കിയിരുന്നു? ഹല്ലേലൂയ. ഇത് മതിയെങ്കിൽ ശ്രദ്ധിക്കേണ്ട. ഇതിന്റെ ഉള്ളിലുള്ള സോള് ദീപകിലേക്കും പോകും. പക്ഷേ നിനക്കിത് വേണ്ട, ഇത് വേണ്ട. എനിക്ക് എന്റെ അപ്പൻ ഒരുക്കിയ ഭാവി വേണം. എനിക്ക് പുതിയ യെരൂശലേമിൽ എന്റെ അപ്പനോടുകൂടെ ക്രിസ്തുവിൽ ജീവിക്കണം. എനിക്ക് ഭൂമിയുടെ രാജാവായി ക്രിസ്തുവിനെ വാഴണം എന്ന് താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഇതാണ് രാജ്യത്വ സുവിശേഷം. അല്ലാണ്ട് യേശു കാൽവരിയിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രം അവസാനിക്കുന്നതല്ല. ഇതാ രക്ഷിക്കപ്പെട്ടത് കഴിഞ്ഞ കാലത്തിൽ from your past, but the kingdom of God giving light to your future. നിന്റെ ഭാവിയിലേക്ക് നിന്നെ കൊണ്ടുപോകുക. ദൈവത്തിന്റെ മകനായി, ഭൂമിയുടെ രാജാവായി നിന്നെ കൊണ്ടുപോകുന്ന അപ്പനൊരുക്കിയ ഭാവിയാ ദൈവരാജ്യ സുവിശേഷം. അതാണ് നമ്മുടെ സിലബസ്. ഈ സിലബസ് ലോകത്ത് എല്ലാവരും അറിയിച്ച ശേഷം അതോടുകൂടെ യുഗം അവസാനിക്കും. അത് മനുഷ്യർ പറയാത്തത് കൊണ്ടാണ്. സ്വർഗത്തിനായി ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ രാജ്യം വരണമേന്ന് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ലോകത്തിൽ എല്ലാവരും ഈ മത്തായി 24:14 എത്തിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ 30-35 വർഷമായി ദൈവം ഈ ടെക്നോളജിക്ക് രൂപം കൊടുത്തത്.
റേഡിയോ ടെക്നോളജി, TV ടെക്നോളജി, കമ്പ്യൂട്ടർ ടെക്നോളജി, ഓൺലൈൻ ടെക്നോളജി ഇന്നിവിടെ പ്രസംഗിക്കുമ്പോ ഇത് ലോകത്തിന്റെ എല്ലാ വൻകരകളിലും ഈ സമയത്തിൽ എത്തിക്കഴിഞ്ഞു. ആ പ്രവചനം നിറവേറി. രാജ്യത്തിന്റെ ഈ സുവിശേഷം സർവ്വസൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിൽ എല്ലാവരും അറിയിക്കും. അതോടെ യുഗം തീരും. ഹല്ലേലൂയ. ഇതൊരു പരീക്ഷയാണ്. ഈ സ്റ്റേജിൽ ഒരു പരീക്ഷയാണ്. ഇവിടുന്ന് ജയം പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളാകണം. ദൈവത്തിന്റെ മക്കളാണ് രാജാക്കന്മാരായി തീരുന്നത്. ആദ്യം ദൈവം മക്കളായി തീരണം. ദുബായിലെ ഷെയ്ഖ് റാഷിദിന്റെ മകനാണ് ഷെയ്ഖ് മുഹമ്മദ്. ആ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് അദ്ദേഹം അവിടുത്തെ രാജാവായത്. അല്ലാണ്ട് ആരും വോട്ട് ചെയ്തത് കൊണ്ടല്ല. ഇതേപോലെ ദൈവവചനം പറയുന്നു വെളിപ്പാട് 21:7 എന്താണ്? ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടു, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അടുത്ത അധ്യായം പറയുന്നു അവർ എന്നേക്കും രാജാക്കന്മാർ. ഹല്ലേലൂയ. അത് ഉൽപ്പത്തി 1:26 ദൈവത്തിന്റെ ആലോചനയാ. യഹോവയായി ഞാൻ മാറാത്തവൻ. നമുക്ക് നമ്മുടെ സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. എന്നാൽ ഇതുവരെയും മനുഷ്യനത് കഴിഞ്ഞില്ല. കാരണം മനുഷ്യനെ മരണം വാഴുകയാ. എന്നാൽ മരണത്തെ നീക്കി സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയുടെ ഭരണം നമ്മുടെ കയ്യിലേക്ക് തരും. ഇതാണ് ദാനിയേൽ 7:18, ദാനിയേൽ 7:26-27. ദൈവത്തിന്റെ വചനം ദാനിയേൽ 7:18 പറയുന്നു, അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഭൂമിയുടെ ഭരണം ഏറ്റെടുത്ത് എന്നേക്കും ഭൂമിയെ വാഴും. ആ കൂട്ടത്തിൽ മോനെ നീ ഉണ്ടാകണം. വായിക്കേ. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കും. മനസ്സിലായോ? അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുമെന്ന്. ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. ഇതല്ല യേശു കർത്താവ് പറഞ്ഞ്, ചെറിയ ആട്ടുംകൂട്ടമേ, മാറാത്ത എന്റെ അപ്പനായ ആ പിതാവുണ്ടല്ലോ, രാജ്യം നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു. ഭരണം നിങ്ങളുടെ കയ്യിൽ തരാൻ പോവുക. ഇത് വാഗ്ദത്തമായി. ഇത് സ്വീകരിക്കാൻ റെഡിയാകുക എന്റെ പൊന്നുമക്കളെ. യഥാർത്ഥ സുവിശേഷം എന്നാന്ന് തിരിച്ചറിയ. യേശു 3 വർഷം പറഞ്ഞത് എന്നാന്ന് തിരിച്ചറിയ. അത് ദൈവദാസന്മാർക്ക് ഞാൻ കാല് പിടിച്ച് കെഞ്ചുകയാ. ഇതൊന്നും മനസ്സിലാക്കി ജനത്തിന് കൊടുക്ക. ഇതൊന്നും മനസ്സിലാക്കി ജനത്തെ ഒരുക്ക. പുതിയ സൃഷ്ടിയിലേക്ക് അവരെ കൊണ്ടുപോവാ. എല്ലാ ദൈവദാസന്മാരുടെ സ്നേഹത്തോടെ പറയുന്നത്. ഇത് ബൈബിൾ കോളേജിന്റെ സിലബസിൽ ഈ സാധനം ഇല്ല. കാരണം പിശാചി ജയിച്ചു. ദൈവത്തിന്റെ സഹോദരങ്ങളെ വ്യക്തതയോടെ കേൾക്കാം. ഞാനും ബൈബിൾ കോളേജൊക്കെ കഴിഞ്ഞു വന്നതാ. ഹല്ലേലൂയ. ഓൾഡ് ടെസ്റ്റ്മെന്റ് സർവേ, ന്യൂ ടെസ്റ്റ്മെന്റ് സർവേ, പോൾ എപ്പിസിൽ, സഭാചരിത്രം, പ്രസംഗശാസ്ത്രം ഒക്കെ പഠിച്ച് പരീക്ഷ എഴുതി ജയം പ്രാപിച്ച് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. ഓർഡിനേഷൻ, ഡബിൾ ഓർഡിനേഷൻ കിട്ടിയ വ്യക്തിയാ. എന്നാൽ മനസ്സിലാക്ക്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു 3.5 വർഷം പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷ സിലബസിൽ ഇല്ല. അതാണ് നിത്യം നിലനിൽക്കത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇളകുന്നതാ. ഇത് ഇളകാത്ത രാജ്യമാ. അതിലേക്ക് കയറണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ വിശ്വസിച്ച് നമ്മൾ ജീവൻ പ്രാപിച്ചിട്ട് തുടർന്ന് അടുത്ത സെക്ഷൻ നമ്മുടെ പഠനം തുടങ്ങുക. ആരോട്? യേശുവോട്. ഇതാ യേശു പറഞ്ഞ്, എന്റെ മുഖമേറ്റി എന്നോട് പഠിച്ചാൽ നീ ജയിക്കും. ഹല്ലേലൂയ. ആരായി? ദൈവപുത്രനായി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നു വെളിപ്പാട് 21:7. ജയിക്കുന്നവൻ ആരാണ്? ജയിക്കുന്നവൻ ആരാണ്? ഒന്ന് പറഞ്ഞേ. ജയിക്കുന്നവൻ ആരാ? ദൈവത്തിന്റെ മകൻ. നിങ്ങൾ MBBS പഠിച്ചാൽ ജയിച്ചാൽ നിങ്ങൾ ആരാകും? എന്റെ ഒപ്പത്തിനൊപ്പം ഡോക്ടറാവും അല്ലെ? നിങ്ങൾ BTech പഠിച്ച് ജയിച്ചാൽ നിങ്ങൾ ആരാകും? എഞ്ചിനീയർ ആവും അല്ലെ? അപ്പൊ BTech പഠിച്ച് ജയിച്ച എഞ്ചിനീയർ ആവുമെങ്കിൽ അതിന് മുമ്പ് 4 വർഷങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എഞ്ചിനീയറിംഗ് പഠിക്കുമായിരുന്നു അല്ലെ? MBBS പഠിച്ച് ജയിച്ച നിങ്ങളൊരു ഡോക്ടർ ആയാൽ അതിന് മുമ്പ് 5 വർഷം നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഡോക്ടറിന് പഠിക്കുമായിരുന്നു. ഈ ലോക ജീവിതം കഴിയുമ്പോ ജയിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മകനാകുമെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്തിനു പഠിക്കുക? ദൈവത്തിന്റെ മകനാകാൻ പഠിക്കുകയല്ലേ? ദൈവത്തിന്റെ മകനാകാൻ പഠിക്കുകയല്ലേ? അല്ലേ? അല്ലേ? ആരോട് പഠിക്കണം? യേശുവോട് പഠിക്കണം. ഇതാ യേശു പറഞ്ഞ്, എന്റെ മുഖമേറ്റി എന്നോട് പഠിച്ചാൽ നിന്റെ സോളിന് ആശ്വാസം കിട്ടും. ഹല്ലേലൂയ. നമ്മൾ അതിനെ പിശാച് നമ്മളെ കൊണ്ട് റീപ്ലേസ് ചെയ്യിപ്പിച്ചിട്ട് അത് യേശുവിന്റെ സ്തുതി മാത്രമാക്കി മാറ്റി. സ്തുതിക്കുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷെ സ്തുതിക്കുന്നതിന് ചെലവില്ല. പക്ഷെ യേശു അനുഗമിക്കുന്നതിൽ ചെലവുണ്ട്. തന്നെത്താൻ ത്യജിക്കണം, ക്രൂശെടുക്കണം, മരിക്കണം. ഇതൊക്കെ വിട്ടിട്ട് ജനത്തിന് പ്രയാസമാണ്. അതുകൊണ്ട് ജനത്തെ സൂചിപ്പിക്കുന്ന ആരാധന മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വിശുദ്ധ പുതിയ ഉടമ്പടിയിൽ ഇതാണ് നമ്മൾ പറഞ്ഞേ. 25-ലധികം പ്രാവശ്യം 4 സുവിശേഷങ്ങളിൽ പറയുക, ഫോളോ മീ, ഫോളോ മീ, എന്നെ അനുഗമിക്ക്. അതിന്റെ അർത്ഥം എന്നോട് പഠിക്ക്. തലയായ നീയെ തല മാറിയിട്ട് ഒരു അവയവമായി മാറാൻ പഠിക്ക്. ഞാൻ നിന്റെ തലയാകാം. ഇതാ യേശു പറയുന്ന, ഞാനാണ് നിന്റെ തല, നീയല്ല. നീ എന്നെ അല്ല പഠിപ്പിക്കണ്ടേ, ഞാൻ നിന്നെയാ പഠിപ്പിക്കുന്നേ.
എന്റെ പേരുപയോഗിച്ച് നീ ജീവിക്കല്ല വേണ്ടതാ, എന്നെ നിന്നിൽ ജീവിക്കാൻ നീ അനുവദിക്കുക വേണ്ടേ. ഹല്ലേലൂയ. ഇതാണ് സത്യ സുവിശേഷ സത്യസഭ. നമ്മളല്ല ജീവിക്കുന്നത്, നമ്മൾ ക്രിസ്തു ജീവിക്കും. ക്രിസ്തുവല്ല ജീവിക്കുന്നത്, ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവ് ജീവിക്കും. അങ്ങനെ സ്വർഗത്തിലെ അപ്പൻ ക്രിസ്തുവിലുള്ള നമ്മിലൂടെ ഭൂമിയിൽ ജീവിക്കും. നമ്മളെ കാണുന്നവൻ ദൈവത്തെ കാണും. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദിസ് ഈസ് ഇന്നർ എഞ്ചിനീയറിംഗ്, സ്പിരിച്വൽ എഞ്ചിനീയറിംഗ്. അതായത് എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ പ്രവർത്തനം കേട്ടോ. ഹല്ലേലൂയ. ആ അകത്തുള്ള ഈ നമ്മുടെ അകത്തുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇതുകൊണ്ടാണ് യേശുവിനോട് ദൈവരാജ്യം പുറത്തുനിന്ന് എങ്ങനെയാ വന്നത് ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു ആ പരീശനോട് പറഞ്ഞ ദൈവരാജ്യം പുറത്തുനിന്നല്ല വരുന്നത്, അകത്താ. അത് അകത്തുനിന്ന് പുറത്തേക്ക് വെളിപ്പെടുന്ന ഒരു സാധനമാണ്. ഹല്ലേലൂയ. അത് കിങ്ഡമാ, ദൈവത്തിന്റെ ഭരണമാണ്. നമ്മുടെ ഉള്ളിൽ അത് മൊത്തം നടക്കണേ. ഉള്ളിൽ അതായത് പറയുന്നത് ഇന്നർ എഞ്ചിനീയറിംഗ്, ഇറ്റ്സ് എ സ്പിരിച്വൽ എഞ്ചിനീയറിംഗ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ പോവുക. ആർക്ക് വേണ്ടി? നമ്മുടെ അപ്പന് വേണ്ടി. ഹല്ലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിയണം. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ഒരു സംഭവം നിങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുക. പെട്ടെന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം പറയാം. നമുക്കിവിടെ അറിയാമല്ലോ, ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട് അല്ലേ? ഞാനവിടെ പോയിട്ടുണ്ട്, പലപ്പോഴും സുവിശേഷത്തിനായി പോയിട്ടുണ്ട്. കൂടുതൽ ആദിവാസിയുള്ള ഏരിയ. അവിടെ റായ്പൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. റായ്പൂരിൽ 130 കിലോമീറ്റർ അകലെ ബഗ്വാര എന്ന് പറയുന്ന ഗ്രാമമുണ്ട്. ബഗ്വാര. അവിടെ കുറച്ച് ആൾക്കും സ്വർണം ഹനി കണ്ടെത്തി. സ്വർണ്ണഹനി. ഈ സ്വർണ്ണഹനി കണ്ടെത്തിയിട്ട് അഗർവാൾ എന്ന് പറയുന്ന അതിന്റെ സിഇഒ, അതായത് ഒരു വേദാന്ത മൈനിങ് കമ്പനി എന്ന് പറയുന്ന അതിന്റെ സിഇഒ അഗർവാൾ ആ സ്ഥലം പോയിട്ട് അങ്ങ് ലേലത്തിനങ്ങ് പിടിച്ചു. ലേലത്തിന് പിടിച്ചിട്ട് ഇപ്പോഴത്തെ പരിപാടി എന്നാന്ന് പറഞ്ഞാൽ JCB കൊണ്ട് അവിടുത്തെ മണ്ണ് മുഴുവൻ കോരിയിട്ട് പിക്കപ്പിലേക്ക് നിറയ്ക്കും. എന്നിട്ട് തന്റെ ഫാക്ടറി കൊണ്ടുപോയിട്ട് അതിനെ മൈൻ ചെയ്യുക, ക്ലീൻ ചെയ്തെടുത്തിട്ട് ചിലപ്പോൾ വലിയൊരു ട്രക്ക് കൊണ്ടുവന്നിട്ട് നിറച്ചു കഴിഞ്ഞാൽ ഇച്ചിരി സ്വർണ്ണമായിരിക്കും കിട്ടുക. അതിനെ ക്ലീൻ ചെയ്ത് അവസാനം അതിൽ നിന്ന് സ്വർണ്ണം എടുക്കുക. ഇതേപോലെ സ്വർഗത്തിലെ രാജകുമാരനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെ, വചനം എന്ന് മറുപേരുള്ള ക്രിസ്തുവെ, വചനം മാംസമായി ക്രിസ്തു യേശുവായി സ്വർഗത്തിലെ അപ്പൻ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനാണെന്നറിയാമോ? ആസ് എ പർച്ചേസ് ഓഫീസർ. ഹല്ലേലൂയ. യേശു പറയാണ്, ഞാൻ വന്നത് പർച്ചേസ് ചെയ്യാൻ വന്നതാ, നിങ്ങൾക്ക് ജീവൻ തന്ന് റെഡിയാക്കാൻ വന്നതാ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് തന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മളെ വിലയ്ക്ക് വാങ്ങി. സർവ്വഗോത്രത്തിലെ വംശത്തിലുള്ളവരെ വിലയ്ക്ക് വാങ്ങി. ഇതാണ് മത്തായി 13:44 പറയുന്നത്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ, എന്റെ ഒപ്പത്തിനൊപ്പം പറഞ്ഞേ. സ്വർഗരാജ്യം യേശു പ്രസംഗിച്ച സുവിശേഷം വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്. വയലാണ് ലോകം. വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്. അതൊരു മനുഷ്യൻ കണ്ടിട്ട്, എന്റെ ഒപ്പത്തിനൊപ്പം വരണേ, ശ്രദ്ധിക്കണേ. അതൊരു മനുഷ്യൻ കണ്ടിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റു. എന്നിട്ട് ആ വയലെ ഇങ്ങ് വിലയ്ക്ക് വാങ്ങി. വയലെ വിലയ്ക്ക് വാങ്ങി. അതായത് ബഗ്വാര എന്ന ഗ്രാമത്തില് സ്വർണം കണ്ടിട്ട് അഗർവാൾ എന്ത് ചെയ്യുന്നറിയാമോ? ആ ഗ്രാമം തന്നെ ഇങ്ങ് പിടിച്ചു. വയലിൽ ഒളിച്ചു വെച്ച നിധി എന്ന് പറയുമ്പോൾ വയൽ, ഇതൊക്കെ ഉപമയാണ്. വയൽ അതിനെ കുറിച്ച് പറയുന്നു. അതിന് 38-ാം വാക്യത്തിൽ വയൽ ലോകം. അതിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധിയാണ് സ്വർഗരാജ്യം. അതാണ് ഞാനും നിങ്ങളും ഒളിഞ്ഞു കിടക്കുക. നമ്മളെ അതിന്റെ ഉള്ളിൽ കണ്ടിട്ട് യേശുക്രിസ്തു നമ്മളെ അടക്കം വയലെ ഇങ്ങോട്ട് വാങ്ങി. വായിച്ചേ 13:44. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വരം കിട്ടിയിരിക്കുന്നു. വായിക്കേ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് നിധിയാ, നിധിയാ. ഹല്ലേലൂയ. നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട്. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചു. എന്തുകൊണ്ട് മറച്ചു? പെട്ടെന്ന് ചിന്തിക്കാനുള്ള ചിന്തിച്ചു. ഉപമ കൊണ്ട് മറച്ചു. മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് തനിക്കുള്ളതൊക്കെയും അവസാന തുള്ളി രക്തം വരെയും കൊടുത്തു. രക്തം കൊണ്ടാ വിലയ്ക്ക് വാങ്ങി കേട്ടോ. അവസാന തുള്ളി രക്തം വരെയും കൊടുത്തിട്ട് ആ വയലെ വാങ്ങി. മനസ്സിലായിരുന്നല്ലോ? ഇതങ്ങ് പിടിച്ചു. വയലിന്റെ ഉള്ളിൽ എന്നാ ഉണ്ട്? നിധിയുണ്ട്, നമ്മളുണ്ട്. മനസ്സിലായോ? ഇനി നമ്മളെ അഗർവാള് ആ ബഗ്വാര ഗ്രാമത്തിലെ മണ്ണെല്ലാം എങ്ങോട്ടാ കൊണ്ടുപോയേ? തന്റെ ഫാക്ടറിയിലേക്കല്ലേ? നമ്മളെ കർത്താവായ യേശു തന്റെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി. ആ ഫാക്ടറിയുടെ പേരെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ലോകത്തു നിന്ന് ദിനം പ്രതി സഭയോട് ചേർത്തു. ആ ഫാക്ടറിയുടെ പേരാണ് സഭ. ഒരിടത്താവളമാണ്. മനസ്സിലായോ? എന്തിനാണെന്നറിയാമോ? സഭയിൽ വെച്ച് വേണം നമ്മുടെ ശുദ്ധീകരണം നടക്കാൻ. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ ഇതിന്റെ ഉള്ളിൽ നടക്കണം. അത് നമ്മുടെ ന്യായപ്രമാണം കൊണ്ട് നടക്കൂല. അതിന് വേണ്ടത് ആത്മാവിന്റെ പ്രമാണമാ.
ന്യായപ്രമാണത്തിലേക്ക് കാലം കഴിഞ്ഞു. അത് പാപിയായ ഒരു മനുഷ്യനെ പാപം ചെയ്യാതിരിക്കാൻ തടയാൻ വേണ്ടിയുള്ള ഒരു താൽക്കാലിക സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു മനുഷ്യനെ അനുസരിക്കണമെങ്കിൽ ആത്മാവിന്റെ പ്രമാണം വേണം. ആത്മാവിന്റെ പ്രമാണം കൊണ്ടൊരു ശുദ്ധീകരണം. ഇതാ ദൈവത്തിന്റെ വചനം പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെ അനുസരണം കാണിക്കാൻ ആത്മാവിന്റെ ശുദ്ധീകരണം നടക്കണം. അങ്ങനെ സഭയിലുള്ള ആത്മാവിന്റെ ശുദ്ധീകരണം നടന്നിട്ട് അവിടെ നിന്നു ആ അഗർവാളിന്റെ ഫാക്ടറിയിൽ ആ അയിര് കൊണ്ടുവന്നിട്ട് ശുദ്ധീകരിച്ച് പല പല പ്രോസസ്സിലൂടെ കടന്നുപോയി അവസാനം ഒരു അല്പ സ്വർണം കിട്ടും. ആ സ്വർണമാണ് അഗർവാളിന് വേണ്ടത്. ഇതേപോലെ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടത് ലോകമല്ല വേണ്ടത്, ലോകത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ദൈവരാജ്യമായി തീരേണ്ട എന്നെയും നിങ്ങളെയും ആ വേണ്ടേ. ഹല്ലേലൂയ. ആ ഈ ശുദ്ധീകരണം നടത്തിയതിനു ശേഷം, സഭയിലെ ശുദ്ധീകരണം നടത്തിയതിനു ശേഷം, പ്രിയ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ഇതാ സ്വർഗത്തിലെ ദൈവം ജയം പ്രാപിച്ചവരായി തന്റെ മാറിലേക്ക് ചേർക്കും. ദൈവ കുടുംബമായി എന്നെയും നിങ്ങളെയും മാറ്റും. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. എന്നിട്ട് ഇത് അവസാനം ഇതിന്റെ മാർക്കറ്റ് എവിടെയാ? മാർക്കറ്റ്, നമ്മളൊരു കാര്യം പറയാറില്ല, ഇന്ന് ഇവിടുത്തെ കൃഷികളൊക്കെ പലപ്പോഴും നശിച്ചു പോവുക. കാരണം ഞാൻ കൃഷിക്കാരോട് ചോദിക്കുമ്പോൾ പറയാ, ബ്രദറെ വില കൊണ്ട് ഒക്കണില്ല, മാർക്കറ്റ് ഇല്ല. ഞാൻ ഗൾഫില് ഇത് നമ്മുടെ കുരുമുളക് മറ്റു പല കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് ഒന്ന് പരിശോധിച്ചു. ആ പരിശോധിച്ച സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം, ദുബായ് മാർക്കറ്റിൽ ഇറങ്ങി നോക്കിയപ്പോ അവര് പറഞ്ഞു ഇന്ത്യൻ സാധനം ഇവിടെ വേണ്ട. കാരണം ഇത് ആഫ്രിക്കൻ കൺട്രികളിൽ നിന്ന് വരുന്ന സാധനത്തിന് വളരെ വില കുറവാണ്, ഇന്ത്യൻ സാധനത്തിന് വില കൂടുതലാണ്. അതുകൊണ്ട് ഇന്ത്യൻ സാധനത്തിന് മാർക്കറ്റ് ഇല്ല. അപ്പൊ മാർക്കറ്റ് ഇല്ലെങ്കിൽ ബിസിനസ് നടക്കൂല. മനസ്സിലായോ? ഇതേപോലെ ഈ ലോകത്തിൽ നമുക്ക് മാർക്കറ്റ് ഉണ്ടാക്കുന്നത് മനുഷ്യര് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി മനുഷ്യനാണ് കൊടുക്കുന്നത്. പക്ഷേ യേശുക്രിസ്തു ചെയ്യുന്ന ഈ പദ്ധതിയിൽ നമ്മളെ അവസാനം കൊടുക്കുന്നത് മനുഷ്യർക്കല്ല, നമ്മളുടെ മാർക്കറ്റ് സ്വർഗത്തിലാണ്. എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ? കാരണം ഇത് മേടിക്കണം ആരാന്നറിയാം? അവസാനം സ്വർഗസ്ഥ പിതാവ്. ആർക്ക് വേണ്ടിയാ നമ്മളെ വിലയ്ക്ക് വാങ്ങിയേ? ദൈവത്തിനായി അല്ലേ, സ്വർഗസ്ഥ പിതാവിനായി. അപ്പൊ അവസാനം ഇത് ആർക്കൊണ്ട് കൊടുക്കണം? മനുഷ്യർക്കാണോ കൊടുക്കണ്ടേ? പിതാവിനാ. പിതാവ് വേണ്ടെന്ന് പറഞ്ഞാലോ പുത്രൻ നമ്മൾ തുപ്പും. നീ ശീതവാനും അല്ല ഉഷ്ണവാനും അല്ല, ശീതോഷ്ണവാനാകിയാ നിന്നെ എന്റെ വായിന്ന് തുപ്പിക്കളയും. കാരണം നീ കൊള്ളത്തില്ല. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ മനസ്സിലാക്കണം, ഈ പർച്ചേസ് ലെവൽ മനസ്സിലാക്കണം. ഈ പർച്ചേസ് ലെവൽ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ഇത് പറഞ്ഞിട്ട് ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കുക. നാളെയും പഠിക്കുക. നാളെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കണം. നാളെ നമുക്ക് ഇതിന്റെ സെക്ഷനുകൾ, ഇത് 3 ലെവൽ ദൈവരാജ്യം, ഈ 3 ലെവൽ ദൈവരാജ്യം, ഇന്ന് പിശാചു വാഴുന്നതൊക്കെ നാളെ പഠിക്കേണ്ടതാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അതിന് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ പ്രോസസ് നമ്മൾ നടക്കുന്നത് പിതാവിന് ഇഷ്ടമുള്ളവരെ മാത്രമേ പിതാവ് സെലക്ട് ചെയ്യൂ. ഇതാണ് യോഹന്നാൻ സുവിശേഷം 6:44 ഒരു കൂട്ടം യഹൂദന്മാർ യേശുവിനോട് തർക്കിക്കുക. അപ്പൊ യേശു പറയാണ്, തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല, എൻ്റെ പിതാവ് ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുക്ക വരാൻ പറ്റൂല. അപ്പൊ ആദ്യ സ്റ്റെപ്പ് യേശു എന്തെങ്കിലും ചെയ്യുന്നതല്ല. ആദ്യ സ്റ്റെപ്പ് പിതാവ് ഈ ലോകത്തിൽ മറഞ്ഞു കിടക്കുന്ന തൻ്റെ ദൈവരാജ്യത്തിലെ മക്കളുണ്ട്, രാജ്യത്തിന്റെ പുത്രന്മാർ എന്ന അവരുടെ പേര്, അവരെ യേശുവിന്റെ അടുക്കിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. വായിച്ചാട്ടെ. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ശ്രദ്ധിച്ചേ. അപ്പൊ യേശു പറഞ്ഞു കേട്ടോ, നിങ്ങൾ അനുഗ്രഹീതരാ. നിങ്ങളുടെ എത്തപ്പെട്ടത് വേറൊന്നുകൊണ്ടല്ല, ദൈവം യേശുവിന്റെ അടുക്കലേക്ക് ആകർഷിച്ചതാണ്. അല്ലാതെ ഒരുത്തിനെത്താൻ പറ്റത്തില്ല. നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? പഠിച്ചവർ എത്ര പേരുണ്ട്? ആർക്കെന്താ വരാൻ പറ്റാഞ്ഞേ? പിതാവ് ആകർഷിച്ചതുകൊണ്ട് മാത്രമാണ് വരുന്നത്. ഇനി പിതാവ് ആകർഷിച്ചവരെ യേശു എന്ത് ചെയ്തറിയാമോ? യേശു തെരഞ്ഞെടുക്കും. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്. യോഹന്നാൻ 15:16 പറയാ, ജനാധിപത്യത്തിലാണ് നമ്മൾ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്നത്. അതാ കിങ്ഡത്തിൽ അങ്ങനെയല്ല, ഭരണാധികാരി ജനങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. യേശു പറയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഇത് ജനാധിപത്യമല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാ. പിതാവ് ആകർഷിച്ച് കൊണ്ടുവരുന്നവരെ യേശു തെരഞ്ഞെടുക്കുകയാണ്. വായിക്കുക. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്, നിങ്ങൾ എന്നെയല്ല. എന്റെ മക്കളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഇസ് സെക്കൻഡ് സ്റ്റെപ്പ്. പിതാവ് ആകർഷിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു, യേശു അവരെ തെരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. ഇനി എന്നിട്ട് എന്താ ചെയ്യാ? അവരെ ഒരുക്കുകയാണ്. സ്വന്തം രാജ്യക്കാരായ അവരെ. സ്വന്തം രാജ്യക്കാരറിയാലോ, എന്റെ സഭ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അതാണ് മേരി രാജ്യം, ചന്ദ്രൻ രാജ്യം, ജോസഫ് രാജ്യം. ഞാനാണ് അവിടുത്തെ ഭരണാധികാരി. എന്നാൽ ദൈവരാജ്യമായി കഴിയുമ്പോ ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ആ ഒരു തരത്തിലേക്ക് മാറും. അവരാണ് ദൈവരാജ്യം. അപ്പോ ഇവരെ യേശു ക്രിസ്തു
തലയായി ഇവരെ അവയവമാക്കി മാറ്റും. നമ്മൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്, മറക്കരുത്. അവയവമാക്കി മാറ്റിയിട്ട് ഇവർക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്തവരാക്കും ക്രിസ്തു ഇവരിലൂടെ ജീവിക്കുന്നതെല്ലാമാക്കി മാറ്റും. അതാണ് 3 സ്റ്റേജ്. പെട്ടെന്ന് പറയാം. ആദ്യം ക്രിസ്തുവിനെ നമ്മൾ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനെ കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തിയെടുക്കാൻ വേണ്ടി ജീവിക്കും. പിന്നെ രണ്ടാമത് ഒരു ഉണർവ് പ്രാസംഗികം ഒന്ന് പ്രസംഗിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും, അദ്ദേഹം പറയും, ഇനി ഇങ്ങനൊന്നും ജീവിച്ച പോരെന്ന് പറയുമ്പോൾ നമ്മൾ പലരും തീരുമാനം എടുക്കും, ഇനി ഇങ്ങനൊന്നും ജീവിച്ചാൽ പോരാ, ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണമെന്ന്, അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് 3ാമത്തെ സ്റ്റേജ് വരും, റിയൽ ദൈവരാജ്യ ലെവലിലേക്ക് വന്നാൽ പിന്നെ അവർ പറയും, ഇനി ക്രിസ്തുവിന് വേണ്ടി ഞാനെന്തെങ്കിലും ചെയ്യല്ല, ക്രിസ്തു എന്നിലൂടെ ജീവിക്കാൻ ഈ ജീവിതം അങ്ങ് വിട്ടുകൊടുക്കുകയായി. അതാണ് 3ാമത്തെ സ്റ്റേജ്. അങ്ങനെ ക്രിസ്തു നമ്മളെ ആക്കിയെടുക്കും. അങ്ങനെ നമ്മൾ ആയി തീർന്നാൽ 3ാമത്തെ സ്റ്റേജിൽ, ഇത് കച്ചവടം നടത്തണ എവിടെയാ? സ്വർഗത്തിലാ, അല്ലേ? അവിടെ ചെന്നിട്ട് ഒരു കച്ചവടക്കാരൻ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോ, ചേച്ചി ഇവിടെ വാ, ഇവിടെ വാ, ഇത് നല്ല സാധനം കേട്ടോ, നല്ല സാധനം ഇല്ലേ, പറയില്ലേ, ഏറ്റു പറയുന്നില്ലേ? അവസാനം നമ്മളെ കൊണ്ട് പിതാവിന്റെ അടുത്ത് ചെല്ലുമ്പോ നമ്മൾ ജയിച്ചാൽ യേശു പിതാവിന്റെയും തന്റെ ദൂതന്മാരുടെയും മുമ്പിൽ എന്റെയും നിങ്ങൾ ഏറ്റുപറയും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് 3ാമത്തെ സ്റ്റേജ്. ഇതാണ് ദൈവത്തിന്റെ വചനം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്ന സഭയോട് പറയുകയാണ്, നീ ജയിച്ചാൽ നിന്റെ പേര് ജീവപുസ്തകത്തിൽ മാറ്റത്തില്ല. ജയിക്കണം, മാറ്റത്തില്ല. ഞാൻ എന്റെ പിതാവിന്റെയും തന്റെ ദൂതന്മാരുടെ മുമ്പിൽ നിന്നെ ഞാൻ ഏറ്റുപറയും. വായിക്കാം. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. എന്റെ പൊന്നു മക്കളെ, നമ്മുടെ പേരെങ്ങാൻ യേശു ഏറ്റുപറയോ അതോ തുപ്പോ? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. നമ്മൾ ഇവിടത്തെ ആരാണ്, ഏത് കേമനാണെന്നൊന്നും യേശുവിന് നോട്ടമില്ല. തന്റെ പിതാവിന് കൊള്ളാവുന്ന വിശുദ്ധിയെ തികച്ചു നിൽക്കുന്നവർ മാത്രമേ എന്റെ പൊന്നുമക്കളെ അവിടെ എത്തത്തുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു പാപിയും ഭോഷ്ക് പറയുന്നവനും പുതിയ യെരൂശലേമിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് നമ്മളുടെ കുട്ടിക്കളിയോ ഇവിടുത്തെ ഡിനോമിനേഷൻ കളിയോ ഒക്കെ വിട്ടിട്ട് ഇതാ വ്യക്തിപരമായി യേശുവെ അനുഗമിച്ച് യേശു നമ്മളിൽ ജീവിക്കാൻ നമ്മളെ തന്നെ നേൽപ്പിച്ചു കൊടുക്കണം. അവസാനം യേശു ക്രിസ്തു നമ്മളെ ഏറ്റുപറയണം. സ്വർഗമണ്ഡലമാണ് നമ്മുടെ മാർക്കറ്റ്, ഭൂമിയല്ല നമ്മുടെ മാർക്കറ്റ്. കാരണം അവിടെ നിന്ന് ആ സ്വർഗത്തിലെ പർച്ചേസ് ഓഫീസർ എന്നതുപോലെ യേശുവിനെ അയച്ചത് ആ വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന, ലോകത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ദൈവരാജ്യമായി തീരേണ്ട എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങാനാണ്. അങ്ങനെ യേശു ഇവിടെ വന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി രക്ഷിക്കപ്പെട്ടവരെ തന്റെ സഭയോട് ചേർത്തു. സഭയിൽ നമ്മളെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരണത്തിൽ ഇതാ തലയായി നമ്മൾ അവയവങ്ങളായി ശുദ്ധീകരിക്കപ്പെട്ടാൽ നമ്മൾ യേശുവിന്റെ അവയവങ്ങളായി യേശു തന്റെ അപ്പന്റെ മുമ്പിൽ നമ്മളെ ഏറ്റുപറയും. ഹല്ലേലൂയ! ആ ഏറ്റുപറഞ്ഞാൽ നാം നിത്യം ദൈവത്തിന്റെ മക്കളായി ദൈവരാജ്യക്കാരായി തീരും. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ഭാവി. പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ആ പുതിയ യെരൂശലേമിൽ നമ്മൾ ജീവിക്കുകയും ഭൂമിയിലെ രാജ്യത്വം നടത്തുകയും ചെയ്യണം. ഹല്ലേലൂയ! ഇതുകൊണ്ടാ ഇന്നലെ പാടിയ ദൈവത്തിന്റെ ആഗ്രഹം എന്താ? മർത്യനാമെന്നെ അമർത്യനാക്കി, ക്ഷണികനാമെന്നെ നിത്യനാക്കി, സ്വർഗമെന്റെ ഭവനമാക്കി, ഭൂമി എന്റെ ഭരണമാക്കി. മർത്യനാമെന്നെ അമർത്യനാക്കി, ക്ഷണികനാമെന്നെ നിത്യനാക്കി, സ്വർഗമെന്റെ ഭവനമാക്കി, ഭൂമി എന്റെ ഭരണമാക്കി. മർത്യനാമെന്നെ അമർത്യനാക്കി, ക്ഷണികനാമെന്നെ നിത്യനാക്കി, സ്വർഗമെന്റെ ഭവനമാക്കി, ഭൂമി എന്റെ ഭരണമാക്കി. മരിക്കും നമ്മയെ കാളോമരിക്കും ദൈവമേ, ദൈവമേ സാന്ത്വനം ജീവയാത്രയിൽ. ഓമരിക്കും നമ്മയെ കാളോമരിക്കും ദൈവമേ, എൻ ദൈവമേ ദൈവമേ. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവത്തിന്റെ നമ്മളെ കുറിച്ചുള്ള സ്വപ്നത്തെ കുറിച്ച് നമ്മൾ കേട്ടു. മർത്യരായ നമ്മളെ അമർത്യരാക്കി, ക്ഷണികരായ നമ്മളെ
നിത്യരാക്കി, സ്വർഗം നമ്മുടെ ഭവനമാക്കി, ഭൂമിയെ നമ്മുടെ ഭരണമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്ന അപ്പന്റെ ആ മഹാപദ്ധതിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, അപ്പാ മനുഷ്യരെയൊക്കെ സ്നേഹിച്ച് മനുഷ്യരുടെ മുമ്പിൽ മാതൃകയായി എന്റെ ജീവിതം തന്നെ അങ്ങയുടെ ഒരു സന്ദേശമായി മാറിക്കൊണ്ട്, എന്റെ വാക്കുകളെക്കാൾ ഉപരി എന്റെ ജീവിതം ഒരു സന്ദേശമായി തീർന്നുകൊണ്ട്, ഈ നാളുകളിൽ ക്രിസ്തു എന്നിൽ ജീവിപ്പാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, പ്രിയ മക്കളെ, നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മളെ കുറിച്ചുള്ള അപ്പന്റെ സ്വപ്നം നമ്മൾ കേട്ടല്ലോ. മർത്യരായി നമ്മളെ അമർത്യരാക്കി, ക്ഷണികരായി നമ്മളെ നിത്യരാക്കി, സ്വർഗം നമ്മുടെ ഭവനമാക്കി, ഭൂമി നമ്മുടെ ഭരണമാക്കി മാറ്റുന്ന, അമ്മയെക്കാൾ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം. പെറ്റമ്മ നിന്നെ മറന്നാലും മോനെ മോളെ, നീ ഏത് ആവശ്യമായിട്ട് ഇവിടെ വന്നേക്കണേ, ഏത് ഭാരവുമായിട്ട് ഇവിടെ വന്നേക്കണേ, ദൈവത്തിന്റെ വചനം പറയുന്നു, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. നിന്റെ ഭാരങ്ങൾ, നിന്റെ വിഷയങ്ങൾ ആ അപ്പന്റെ അടുക്കിലേക്ക് ഒന്ന് ഏൽപ്പിച്ചേ, അപ്പന്റെ അടുക്കിലേക്ക് ഒന്ന് ഏൽപ്പിച്ച് ഹൃദയം കൊണ്ട് ഒന്ന് വിളിക്കാമോ ആ അപ്പനെ? അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുമ്പോ ഹൃദയത്തിന്റെ ഉൾത്തളത്തിൽ നിന്ന് ഒന്ന് വിളിക്കാമോ അപ്പനെ? അപ്പാ എന്ന ഒരൊറ്റ വിളി മതി. നീ പൂർണ്ണ ഹൃദയത്തോടെ ഒരൊറ്റ വിളി വിളിച്ചാൽ നിന്റെ സകല ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ മഞ്ഞും മഴയും കടന്നു വരാനായിട്ട് ഇടയാകുക. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നീ എന്നെ കണ്ടത്. അതുകൊണ്ട് പ്രിയ മകനെ, പ്രിയ മകളെ, എനിക്ക് നിങ്ങൾക്കും വേണ്ടത് ഈ ലോകത്തിലെ എന്തെങ്കിലും അല്ല. അതുകൊണ്ട് നാം ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. കാരണം നമുക്ക് വേണ്ടത് ദൈവത്തെയാ, ജീവനുള്ള ദൈവത്തെയാ. ഒരു മാൻ വെള്ളത്തിനായി ദാഹിക്കുന്നത് പോലെ ജീവനുള്ള ദൈവത്തിനായി എന്റെ നിങ്ങളുടെ ഹൃദയം ദാഹിക്കുന്നുണ്ട്. ആ ദാഹം തീർക്കുക. ഉൾത്തളങ്ങളിൽ നിന്ന് അപ്പയെ ഒന്ന് വിളിക്കാമോ? അപ്പാ, ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു. അപ്പാ, അങ്ങോട്ട് വരണമേ. അപ്പാ, അങ്ങയുടെ ഹൃദയം എനിക്ക് തരണമേ. അപ്പാ, എന്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആയി തീരട്ടെ. അപ്പാ, അങ്ങ് ഭൂമിയുടെ രാജാവായി വരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അപ്പാ, ഞാൻ അങ്ങ് വിളിക്കുന്നു. ഓരോ വ്യക്തികളും ദൈവത്തെ ഒന്ന് വിളിച്ചാട്ടെ, ഓരോ വ്യക്തികളും ദൈവത്തെ ഒന്ന് വിളിച്ചാട്ടെ. അപ്പാ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ട സ്വർഗത്തിൽ നിന്നതുപോലെ എന്നിൽ നിറവേറണമേ, ഈ ഭൂമിയിൽ നിറവേറണമേ. ഓരോ വ്യക്തികളും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. നീ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ നിന്റെ ആവശ്യങ്ങളുടെ മേലെ, നിന്റെ രോഗങ്ങളുടെ മേലെ, നിന്റെ ദുഃഖങ്ങളുടെ മേലെ, നിന്റെ സങ്കടങ്ങളുടെ മേലെ ദൈവത്തിന്റെ കരം കടന്നു വരും. സമർപ്പിക്കുന്ന മക്കൾക്കായി സ്തോത്രം, സമർപ്പിക്കുന്ന മക്കൾക്കായി സ്തോത്രം. ആ ധൂർത്തപുത്രൻ ഒരു തീരുമാനമെടുത്തു, ഞാൻ അപ്പന്റെ ഭവനത്തിലേക്ക് തിരികെ പോകും. അവന്റെ ജീവിതത്തിലെ വിശപ്പ് മാറി, അവന്റെ ജീവിതത്തിലെ അംഗീകാരമില്ലാത്ത അവസ്ഥ മാറി. പിതാവ് തന്റെ മോതിരമൂരി അവന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. അവന്റെ ജീവിതത്തിലെ സംരക്ഷണമില്ലാത്ത അവസ്ഥ മാറി. അവന് നല്ല ചെരുപ്പുകൾ കിട്ടി. അവന്റെ ജീവിതത്തെ അവന്റെ വിശപ്പ് മാറി. അവന് വിലയേറിയ വസ്ത്രം കിട്ടി. യേശുവിന്റെ നീതിയുടെ വസ്ത്രം. നിന്റെ വിഷമങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ എല്ലാ പരിഹാരം ദൈവരാജ്യത്തിലുണ്ട്, ദൈവിക ഭവനത്തിലുണ്ട്. ഹൃദയം കൊണ്ട് അപ്പാ എന്ന് വിളിപ്പാ, ഹൃദയം കൊണ്ട് അപ്പാ എന്ന് വിളിക്കാൻ യേശു പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് അറിയുന്നു. അപ്പനെ ഒന്ന് വിളിച്ച് വിളിക്കുന്നവർക്കായി സ്തോത്രം, വിളിക്കുന്നവർക്കായി സ്തോത്രം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, സമർപ്പിക്കപ്പെടുന്ന ഈ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അത്ഭുതകരങ്ങളിലേക്ക് ഈ മക്കളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചവരെ ഇപ്പോഴും തുറന്ന് ശ്രമിക്കുന്ന എല്ലാ മക്കളെയും അങ്ങനെ അത്ഭുതകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങനെ മഹാദയ, അങ്ങനെ മഹാകൃപ ഈ മക്കളോട് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അത്ഭുതകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മക്കളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യൊരു അനുഗ്രഹമായിരിക്കട്ടെ കർത്താവേ. ഈ കേട്ട വചനം ഈ അടൂർ പട്ടണത്തെ മാറ്റട്ടെ, ഈ അടൂർ പട്ടണത്തെ മാറ്റട്ടെ, ഈ ജനത്തെ മാറ്റട്ടെ. ഇവരുടെ സഭകളെ എല്ലാ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് വിടുവിച്ച് ഹല്ലേലൂയ, ദൈവരാജ്യം അറിയിക്കുന്ന സഭകളായി, ഇവിടുത്തെ പ്രകാശങ്ങളായി ഇവർ മാറട്ടെ. ഇവിടുത്തെ ദൈവദാസന്മാർ എല്ലാ ശോഭനയിൽ നിന്ന് ശോഭനത്തിലേക്ക്, വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, പ്രകാശത്തിലേക്ക് അവർ മാറട്ടെ. ദൈവത്തിന്റെ അത്ഭുതമായി മാറട്ടെ. അവർ ശോഭിക്കുവാൻ ഇടയാകട്ടെ. ദൈവ മക്കൾ ശോഭിക്കുവാൻ ഇടയാകട്ടെ. ഈ ദേശം ദൈവത്തെ കാണട്ടെ. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം ഇവിടെ പ്രഖ്യാപിക്കുക. ദൈവത്തിന്റെ രാജ്യം ഇവിടെ പ്രഖ്യാപിക്കുക. പരിശുദ്ധാത്മാവിന്
പൂർണ്ണ സ്വാതന്ത്ര്യം ഇവിടെ പ്രഖ്യാപിക്കുക. അരൂർ പട്ടണത്തിന്റെ മുകളിൽ ദൈവം വാഴട്ടെ. അരൂരിലെ മക്കളുടെ മുകളിൽ ദൈവം വാഴട്ടെ. അതിനായി ഈ മക്കളെ ഏവരെ അനുഗ്രഹിക്കുന്നു. ഈ മക്കൾ കൊടുത്ത വിടുതലുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ അടിപ്പണയിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശാപക്കെട്ടുകൾ അഴിയട്ടെ. മരണത്തിന്റെ അധികാരി മാറ്റി നൽകട്ടെ. ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കുന്നു. ഇതിന്റെ കോർഡിനേഷൻ അങ്ങനെ കടങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങള് ഈ ദേശത്തെ ദേശവാസികളെ സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ പ്രവൃത്തികൾ ഇവിടെ നടപ്പിലാക്കുക. അവർ ഓടി നടക്കുന്ന കഷ്ടപ്പാട് അങ്ങ് കാണുന്നതിനായി സ്തോത്രം. അവർക്ക് അങ്ങ് കൊടുക്കുന്ന പ്രതിഫലത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവേ, ഈ മക്കളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും എല്ലാം അനുഗ്രഹിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. ഇവരെല്ലാം ഒരുമിച്ച് അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ദുഷ്ടനോട് പിശാചിനോട് കൽപ്പിക്കുന്നു, തൊട്ടുപോകരുത്. യേശുവ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവരാജ്യത്തിന് മുതല ഇതല്ല. നിനക്ക് ഒരു അധികാരവും അവകാശവുമില്ല. എല്ലാ മഹത്വം പിതാവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, കൂട്ടായിരിക്കുന്നു. നാളെ നേരത്തെ കടന്നു വരിക. ഒരല്പം നേരത്തെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെയധികം കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ നിങ്ങളുടെ അപ്പനുണ്ട്. ഇത് മനസ്സിലാക്കുക. ഞാൻ ക്രിസ്തുവിന്റെ ഒരു അവയവം മാത്രമാണ്. ഹല്ലേലൂയ. നാളെ ഈ സെക്ഷനൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ. താങ്ക് യു. വന്നവർക്ക് എല്ലാവർക്കുമായി നന്ദി. നാളെ കൂടുതൽ ആളുകളുമായിട്ട് കടന്നു വരിക. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്.